കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. രവത ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ MP ജയരാജൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2 ആളുകൾ ചേർന്ന്, 2 ആളെന്ന് പറയുമ്പോൾ ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നടത്തുന്നതിന് നേതൃത്വം കൊടുത്തതെന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട, കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമസ്തേ. CPM-ന് 5 രക്തസാക്ഷികളെ സമ്മാനിച്ച കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി. 5 DYFI പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുകയും മറ്റൊരു ഡിഫിക്കാരനായ പുഷ്പനെ മൃതപ്രായനാക്കുകയും ചെയ്ത ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ UPSC അംഗീകരിച്ച 3-അംഗ പട്ടികയിൽ നിന്നും CPM നയിക്കുന്ന മന്ത്രിസഭ തിരഞ്ഞെടുത്തത് എന്തിനാവും? കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും സർക്കാരിന് അയോഗ്യരായത് എന്തുകൊണ്ടാണ്? കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ രംഗത്തു വന്നെങ്കിലും പാർട്ടി സർക്കാരിനൊപ്പമാണെന്ന് MV ഗോവിന്ദൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു. ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. CPM രക്തസാക്ഷികളെ മറന്നില്ലേ? റിട്ടയേർഡ് SP ജോർജ് ജോസഫ്, BJP കണ്ണൂർ ജില്ലാ മുൻ അധ്യക്ഷൻ N ഹരിദാസ്, സാമൂഹ്യ നിരീക്ഷകരായ MK ഹരിദാസ്, ശ്രീജിത്ത് പണിക്ക എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ജോർജ് ജോസഫ്, കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിരുന്നു. ചുമതല ഏറ്റെടുത്ത് 2ാമത്തെ ദിവസമാണ് വെടിവെപ്പ് നടക്കുന്നത്. അന്ന് കണ്ണൂർ SP ആയിരുന്ന K പത്മകുമാർ സംഭവ സ്ഥലത്തേക്ക് പോകാതെ ജൂനിയർ ഉദ്യോഗസ്ഥനായ റവാഡയെ സംഘർഷം നടക്കുന്ന കൂത്തുപറമ്പിലേക്ക് അയക്കുകയായിരുന്നു. ഇതാണ് റവാഡയ്ക്ക് വിനയായത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഒരു കറുത്ത അടയാളമായി അത് മാറി. ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോഴൊക്കെ റവാഡ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയി. കാരണം അപ്രധാന തസ്തികയിൽ അദ്ദേഹം നിയമിക്കപ്പെടും എന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലൊരു പ്രധാന ചുമതല വഹിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിൽ തിരിച്ചെത്തുന്നത് എന്നതും ശ്രദ്ധേയം. കൂത്തുപറമ്പിൽ അന്നത്തെ സഹകരണ മന്ത്രി MV രാഘവനെ ശാരീരികമായി ആക്രമിക്കാൻ സംഘം ചേർന്ന DYFI പ്രവർത്തകർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്ന TT ആൻ്റണിയായിരുന്നു. ആ ഉത്തരവ് ശിരസാ വഹിക്കുകയായിരുന്നു റവാഡ ചന്ദ്രശേഖർ. അല്ലാതെ റവാഡ സ്വന്തം താല്പര്യപ്രകാരം വെടിവെക്കുകയായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയനായി. കൊലയാളി പരിവേഷമായിരുന്നു CPM അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത്. റവാഡയുടെ സംസ്ഥാന പോലീസ് മേധാവി നിയമനം കാലത്തിൻ്റെ കാവ്യനീതിയിൽ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പേരിൽ CPM
വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥൻ അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടതിൽ അത്ഭുതം തോന്നുന്നില്ലേ? എനിക്കങ്ങനെ അത്ഭുതം തോന്നുന്നില്ല. കാരണം രവിദാസ് ചന്ദ്രശേഖരൻ നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ASP ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ വെടിവെപ്പ് ഉണ്ടായത്. അദ്ദേഹം ആദ്യം ദിവസമൊന്നും കേരളത്തിലുമായിട്ട് വലിയ പരിചയമൊന്നും ആയില്ല. തലശ്ശേരി ASP ആയിട്ട് വന്ന അദ്ദേഹം അത് അന്നായാലും ഇന്നായാലും ശരി ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വെടിവെക്കേണ്ടി വരും. ഞാനൊക്കെ വെടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഒരാളെ കൊല്ലുമെന്ന് തോന്നി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയാണ് MV രാഘവൻ. കാരണം കല്ലേറ് തുടങ്ങി അത് ലാത്തി ചാർജ് ചെയ്ത് നിന്നില്ല, അദ്ദേഹത്തിനെ കൊല്ലാൻ തന്നെയായിരുന്നു നീക്കം. ആ ഒരു സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നേരമാണ് അവിടുത്തെ RDO ഉത്തരവ് പുറപ്പെടുവിച്ചത് ആൻ്റണി. അതോടൊപ്പം തന്നെ അക്കീം ബത്തേരിയുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ നല്ല കഴിവുള്ള സർവീസുള്ള അക്കീം ബത്തേരി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന്. കാരണം അക്കീം ബത്തേരിയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യും. അതിനകത്ത് അധികാരം നൽകിയിരിക്കുന്നത് വെടിവെക്കാൻ അധികാരം ഉണ്ടെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ശരി, അതിൽ നിന്ന് അവർ, കാരണം പോലീസിന് വെടിവെക്കാൻ അധികാരം ഉണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളുടെ ജീവൻ എടുക്കുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ വെടിവെക്കും. അതിന് പ്രത്യേക ഉത്തരവൊന്നും വേണ്ട. അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. പബ്ലിക്കിന് സ്വയം ചെയ്യാമല്ലോ. ഒരാളെ കൊല്ലുന്നത് വേറെ 2 പേര് നോക്കിയിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മറ്റേ ആളെ കൊല്ലാം. അതിന് നമുക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ന്യായീകരിക്കല്ല ഞാൻ പറയണത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ MV രാഘവനെ കൊല്ലാൻ തന്നെയായിരുന്നു ആ നീക്കം. അത്ര ശക്തമായ കല്ലേറും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ 2 ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അവർക്കും ചില റോളുണ്ടായിരുന്നൊക്കെ അന്ന് പറയുന്നു. എന്തായാലും വെടിയുതിർത്തു. കാരണം അദ്ദേഹം കേരളത്തെപ്പറ്റി നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാലും ആ ഒരു സന്ദർഭത്തിൽ എത്ര പഠിച്ചാലും എന്ത് ചെയ്യാനും ശരി, സീനിയർ ഉദ്യോഗസ്ഥനോട് ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ അക്കീം ബത്തേരി ഉണ്ടായിരുന്നല്ലോ. അവരാരും വെടിവെക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് വെടിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിപ്പോൾ ഇടത് ഭരിച്ചാലും ശരി വലത് ഭരിച്ചാലും ശരി. രവത എന്തായാലും നല്ല കഴിവുള്ള ഒരു DGP ആണ്, ഒരു IPS ഓഫീസറാണ്. അന്ന് അദ്ദേഹം ഉണ്ടായ ശേഷം പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് പല പോസ്റ്റിംഗ് കൊടുക്കാതെ വന്നു. പക്ഷേ അദ്ദേഹം ഇപ്പം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം സ്പെഷ്യൽ ഡയറക്ടറാണ്. അദ്ദേഹം IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. രണ്ടാം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു അഡീഷണൽ ചാർജ് കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ, IBയിലും ഉണ്ട്, പ്രധാനമന്ത്രിയുടെ അഡീഷണൽ ചാർജ്, പ്രൊട്ടക്ഷൻ്റെ അഡീഷണൽ ചാർജ് 2 എണ്ണം ഉണ്ട്. ഇനി അദ്ദേഹത്തിനെ ഇപ്പം പോസ്റ്റ് ചെയ്യാൻ, അതെ, ഇനി അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യാനിരുന്നത് സ്പെഷ്യൽ ക്യാബിനറ്റ് സെക്യൂരിറ്റിയുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ അവരുടെ ജീവൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള അത്ര നല്ല ഉത്തരവാദിത്തം തിരിഞ്ഞ ഒരു ഓഫീസർ തന്നെയാണ് രവിദാസ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനെ കേരളത്തിൽ കിട്ടിയത് ഭാഗ്യമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വളരെ ബോൾഡായ ഒരു ഉദ്യോഗസ്ഥനാണ്. അന്ന് ചെറുപ്പത്തിൽ അദ്ദേഹം ബോൾഡ്നെസ് കാണിച്ചു. അതുതന്നെയല്ലേ, അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. കേരളത്തെപ്പറ്റി നന്നായിട്ട് അദ്ദേഹം ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഒന്നും അദ്ദേഹത്തിന് ചാർജ് കൊടുക്കത്തില്ല. നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ തന്നെ രവിദാസ് ചന്ദ്രൻ. ഏതായാലും മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കാര്യം എന്ത് പറഞ്ഞാലും അവിടെ വെടിവെച്ച് 5 DFIക്കാർ കൊല്ലപ്പെട്ടു. ഒരാൾ നമുക്കറിയാം 30 വർഷത്തോളം ബെഡ് റിഡനായിട്ട് കിടന്നിട്ടുണ്ട്, പുഷ്പൻ. അതിനുശേഷമാണ് 2024 നവംബറിൽ അദ്ദേഹം മരിക്കുന്നത്. 30 ഇയേഴ്സാണ് ആ കിടപ്പ് കിടന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ 5 പേരെ തീർച്ചയായിട്ടും പാർട്ടിക്കാരാണ്, DYFIക്കാരാണ്. അവരെ 5 പേരെ കൊലപ്പെടുത്തി. അന്ന് കൊല്ലേണ്ടി വന്ന് വെടിവെച്ച്. പക്ഷേ P. ജയരാജൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ അണികളായ കുട്ടികൾക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ആ അണികളുടെ ഒപ്പം നിൽക്കുന്നതിൽ നമുക്ക് അതിശയം പറയാനില്ല. അദ്ദേഹം അതേപ്പറ്റി കമൻറ്റൊക്കെ പറഞ്ഞത് നമ്മളെല്ലാം കണ്ടല്ലോ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനും തിരട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ 5 പേര് കാറിൽ 5 പേര് അദ്ദേഹത്തിനെ പിന്തുടർന്ന് പോയെന്നൊരു സംഭവമുണ്ട്. നല്ല പ്രൊട്ടക്ഷനോടുകൂടിയാണ് കേരള മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതും. അപ്പം ഇതുപോലുള്ളൊരു ഓഫീസർ കേരളത്തിന് വളരെ ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം 1 വർഷത്തേനാണ്. ഇനി അത് അടുത്ത വർഷം 2026 ജൂലൈയിൽ എങ്ങാണ്ട് റിട്ടയർ ചെയ്യും. 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. 2 വർഷത്തേന് അദ്ദേഹം കേരളത്തിലുണ്ടാവും. കാരണം അത് ഗവൺമെൻറ് എടുത്ത നല്ല ഒരു തീരുമാനം. 3 പേരുടെ ഓപ്ഷനിൽ ഗവൺമെൻറ് പറ്റിയ ഇൻറ്റഗ്രിറ്റിയുള്ള, രാജ്യത്തിനോട് ഇൻറ്റഗ്രിറ്റി കാണിക്കുന്ന നല്ല കഴിവുള്ള ഒരാളെ തന്നെയാണ്. കേരളത്തെപ്പറ്റി അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പത്തനംതിട്ട SP ആയിട്ടൊക്കെ ഇരുന്നു, പാലക്കാടും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്.
അങ്ങനെ കേരളത്തെപ്പറ്റി അദ്ദേഹത്തിന് നല്ല, പക്ഷേ അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്തില്ല പിന്നെ ആരും. കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ASP ആയിട്ട് വന്നിരിക്കുന്നത്. അത് അന്ന് ഇദ്ദേഹത്തിനെതിരായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന MV രാഘവന് വളരെ ത്രട്ടുണ്ട്. കാരണം അവിടുന്ന് ഡിഫെക്റ്റ് ചെയ്ത് വന്ന ആളാണ് അദ്ദേഹം. സ്വന്തം ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു MV രാഘവൻ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല ത്രട്ടുണ്ട്, കൊല്ലാനുള്ള തന്നെയാണ്. കാരണം എത്രയോ കൊലപാതകം നമ്മൾ കണ്ടിരിക്കുന്നു കണ്ണൂരിലെ. രാഷ്ട്രീയപരമായി എത്ര പേരെ BJP-ക്കാരെ കൊല്ലുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കൊല്ലുന്നുണ്ട്, CPM-കാരെ കൗണ്ടർ ഇങ്ങോട്ട് കൊല്ലുന്നുണ്ട്. അതൊക്കെ കണ്ണൂർ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ MK രാഘവനെ അവിടെ വെച്ച് കൊല്ലാനായിട്ട് പറഞ്ഞെന്ന് വെറുതെ പറയുന്നല്ലേ, കൃത്യമായിട്ട് അത് നടന്നേനെ. അതിനെന്തായാലും പോലീസ് രേവത ചന്ദ്രശേഖരും അന്നത്തെ അക്കീം ബത്തേരിയും എല്ലാം ആ ശ്രമം പരാജയപ്പെടുത്തി 5 പേരെ അവിടെ കൊല്ലേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ന്യായീകരിക്കുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്താണ് പോലീസ് ഉദ്യോഗസ്ഥർ പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പൂന്തറ വെടിവെച്ചിട്ടുണ്ട്, അതുപോലെ പല സ്ഥലത്തും, അതുപോലെ വിഴിഞ്ഞത്ത് വെടിവെച്ചിട്ടുണ്ട്. അതിനൊക്കെ കൂട്ടി, കാരണം അങ്ങനത്തെ സാഹചര്യത്തിൽ വെടിവെച്ച് പോകും. നമ്മുടെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ കൃത്യമായിട്ട് വെടിവെച്ച് പോകും. കമ്മ്യൂണൽ റേറ്റ് ഉണ്ടായ സ്ഥലത്താണ് ഞങ്ങളൊക്കെ വെടിവെച്ചിരിക്കുന്നത്. ഇവിടെ ഒരാളെ കൊല്ലാനായിട്ട്, പ്രത്യേകിച്ച് ഒരു മന്ത്രി ആ പാർട്ടിയിൽ നിന്ന് ഡിഫെക്റ്റ് ചെയ്ത് പോയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും കൊല്ലുമെന്ന് തന്നെ ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അങ്ങനൊരു സാഹചര്യത്തിലാണ് രേവത ചന്ദ്രശേഖരൻ വെടിവെച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ഹരിദാസ്, ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രക്തസാക്ഷികൾ പാർട്ടിക്ക് വികാരമാണ്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചവർ, അവരുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചവർ ഒരു കാരണവശാലും അവരെ അംഗീകരിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റവാഡ ചന്ദ്രശേഖറിന് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അധികാരത്തിലെത്തിയപ്പോഴൊന്നും അദ്ദേഹത്തിന് പ്രധാന തസ്തിക നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നൊക്കെ ഇടതുമുന്നണി അധികാരത്തിലെത്തുമ്പോഴും അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയത്. ഇപ്പോഴും അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ ആണ്. കാരണം ഇടതുമുന്നണി സർക്കാർ നല്ലൊരു പോസ്റ്റ് അദ്ദേഹത്തിന്, ഒരു തസ്തിക അദ്ദേഹത്തിന് കൊടുക്കില്ല എന്ന് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂത്തുപറമ്പ് വെടിവെപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു തിരിച്ചറിയൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 2 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തലശ്ശേരി ASP ആയി ചാർജ് എടുത്തത് 2 ദിവസം കഴിഞ്ഞാണ് വെടിവെപ്പ് നടന്നത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് പ്രത്യേകിച്ച് റോളില്ലായിരുന്നു എന്നിപ്പോൾ പറയുന്നവരാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചത്, അദ്ദേഹത്തെ വേട്ടയാടിയത്. അത് പറയുമ്പോ ബൂർഷ്വ കോടതി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവര് കോടതിയെ കൂട്ടുപിടിച്ചത് അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചില്ലേ? കോടതി അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കി. ബാക്കി കാര്യങ്ങൾക്കൊക്കെ പാർട്ടി കോടതി കുറ്റവിമുക്തനാക്കണം. ഇതിലിപ്പോ ജനാധിപത്യ കോടതി കുറ്റവിമുക്തനാക്കിയോട് കൂടിയിട്ട് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. കാരണം വേറെ വഴിയൊന്നുമില്ലല്ലോ. പാർട്ടി അണികൾക്കുള്ളിൽ അങ്ങേയറ്റം മുറുമുറുപ്പുണ്ട്. ആ അണികൾക്ക് മാത്രമല്ല ഒരുപാട് നേതാക്കന്മാർക്കും ഉണ്ട്. ആ നേതാക്കന്മാരുടെ മുറുമുറുപ്പാണെന്ന് നമുക്ക് ശ്രീ P ജയരാജനിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് തൽക്കാലം അതിലേക്ക് കടക്കണ്ട, അത് പാർട്ടിയുടെ കാര്യമായി. പക്ഷെ ഈ വിഷയത്തിൽ താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ കാലത്തിന്റെ നിയോഗമായിട്ടാണ് ഇദ്ദേഹം റവാഡ ഇവിടെ വന്നിട്ട് ചാർജ് എടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തില് MV രാഘവൻ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിലെ കൃത്യമായിട്ട് MV രാഘവനോട് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ന് കൂത്തുപറമ്പിലേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോ CPM എന്ന് പറയുന്ന പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് അവിടെ എത്തണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു എന്നാണ് ആ സമയത്ത് പത്രമാധ്യമങ്ങളിലെ, അന്ന് നിങ്ങൾ ഈ ചാനലുകൾ എത്ര സജീവമല്ല, അച്ചടി മാധ്യമങ്ങളിലൂടെ ഞാൻ വായിച്ചിരിക്കുന്നത് പുള്ളിക്ക് കൃത്യമായിട്ട് അവിടെ പോകണം എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ടാമതൊരു പരാമർശം വന്നത് എന്താ, രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികൾ ഉണ്ടാവുമല്ല, ഉണ്ടാക്കുകയാണ്. അപ്പൊ അവിടെ CPM-നെ സംബന്ധിച്ചോളം ആർക്കെങ്കിലും ഒക്കെ വെടികൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അവിടേക്ക് പോകണമെന്ന MV രാഘവന്റെ വാശിയും കൂടി ആയപ്പോഴാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികളെയും ജീവിച്ചിരിക്കുന്ന ഒരു പുഷ്പൻ ഈയിടെ മരിച്ചില്ല എന്നല്ല ഉണ്ടാക്കിക്കൊണ്ട് ആ ശവത്തിൽ ചവിട്ടിക്കൊണ്ടാണ് പിണറായി വിജയന്റെ മകള് സ്വാശ്രയ കോളേജിലേക്ക് പുറപ്പെട്ടു പോയത് എന്നുള്ളത് വായിക്കുമ്പോഴാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കായാലും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കായാലും CPM നടത്തിയ സമരങ്ങളെല്ലാം തന്നെ പൊള്ളയായ ഒരു കാര്യമായിരുന്നു. ഇത്തരത്തിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സമരം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ റവാഡ ചന്ദ്രശേഖരനോട് പൊറുക്കാൻ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചർച്ച. എന്തിനാണ് നമ്മൾ ഈ റവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ MV ഗോവിന്ദനും അതുമാതിരി തന്നെ പിണറായി വിജയനും എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിനെ നമ്മൾ ഇതാക്കുന്നത്? MV രാഘവൻ ഈ വെടിവെപ്പ് ഉണ്ടാകാൻ, അതാണ് ഞാൻ പറഞ്ഞത്, തലശ്ശേരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തലശ്ശേരി ഗസ്റ്റ് ഹൗസിലാണ്. എനിക്ക് അവിടെ പോയേ തീരൂ എന്ന് വാശി പിടിച്ച ക്ഷമിക്കണം, കണ്ണൂർ ഏതോ ഗസ്റ്റ് ഹൗസിലാവട്ടെ, എവിടെയാണെങ്കിലും പോകണം എന്ന് വാശി പിടിച്ച MV രാഘവനെ
ചേർത്ത് പിടിച്ചവരല്ലേ അനിൽ നമ്പ്യാർ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ CPM. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയിട്ട് ഒരു മിനിറ്റിൽ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഈ ചർച്ചയിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗുരുവായൂർ സ്വദേശിയാണെന്ന് അനിൽ നമ്പ്യാർക്ക് അറിയാം. ഈ ഗുരുവായൂര് പപ്പടത്തിന് പ്രശസ്തി ആർജിച്ച സ്ഥലമൊന്നുമല്ല ഈ ഗുരുവായൂർ. ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രശസ്തി അല്ലാണ്ട് ഗുരുവായൂർ പപ്പടം, ഒരുപാട് പപ്പടങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് എന്നുള്ളതിനപ്പുറം ഗുരുവായൂർ പപ്പടത്തിന് ഒരു പ്രസക്തിയില്ല. പക്ഷെ ഗുരുവായൂരിലെത്തുന്ന ഭക്തരെ ഈ പപ്പടത്തിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലെ കിഴക്കേ നടക്കിലും പടിഞ്ഞാറ് നടക്കിലുമായിട്ട് എന്താ വെച്ചാൽ പപ്പടം കെട്ടുകണക്കിന് അടക്കി വെച്ചിട്ട് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ പപ്പടം ഒന്നിനും കൊള്ളില്ല. ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പപ്പടം കൊണ്ടുപോയിട്ടാണ് ഒരു സമയത്ത് മറ്റേ ഗുരുവായൂർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദുബായിൽ പോയപ്പോൾ അന്തം വിട്ടു, തായ്ലൻഡിൽ പോയപ്പോൾ അന്തം വിട്ടു. ഗുരുവായൂർ പപ്പടം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ എറണാകുളത്ത് താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഒരു പപ്പടം ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പപ്പടം പാക്കറ്റിലാക്കിയിട്ട് ഈ ഗുരുവായൂർ പപ്പടത്തിന്റെ ഒരു ചീട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഇപ്പൊ അങ്ങനെ ഇത് വിൽക്കാൻ പറ്റുള്ളൂ, ഗുരുവായൂർ പപ്പടത്തിനെ ആളുള്ളൂ. അപ്പൊ ഈ ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഗുരുവായൂർ പപ്പടത്തിൽ ഗുരുവായൂരുമായിട്ട് ഒരു ബന്ധമുള്ള സംഗതിയല്ല. അതുപോലെയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാചകം ഈ ഗുരുവായൂർ പപ്പടത്തിന്റെ ലേബിൾ മാതിരിയാണ്. അവരിൽ കമ്മ്യൂണിസം ഒന്നും ഇല്ലാതായിട്ട് വർഷങ്ങളായി. അവർക്ക് അധികാരമാണ് ലക്ഷ്യം. അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് വിധത്തിലെ കോപ്രായത്തരങ്ങളും എന്ത് അധപ്പതനവും ചെയ്യും. പിന്നെ ഇവിടെ റബഡ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മുൻ പോലീസ് ഓഫീസർ, അദ്ദേഹം പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ആയിരിക്കണം അദ്ദേഹത്തെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു. നമുക്ക് തൽക്കാലം പോലീസ് ഓഫീസർ പറഞ്ഞതിനെ വിശ്വസിക്കുക. അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ പറഞ്ഞു റബഡ ചന്ദ്രശേഖർ കറകളഞ്ഞൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത്, ഞാനും അത് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തിനുള്ള കാര്യക്ഷമതയും അദ്ദേഹത്തിന്റെ ഈ ഉദ്യോഗത്തോടുള്ള ആത്മാർത്ഥതയും പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ കേരളം? അല്ല. കാരണം ലോക്കൽ സെക്രട്ടറി മുതല് സംസ്ഥാന സെക്രട്ടറി വരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആര് ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളും ഏതൊക്കെ SP ഓഫീസുകളും ഏതൊക്കെ സർക്കിൾ ഓഫീസുകളും ഏതൊക്കെ DYSP ഓഫീസുകളും കൈകാര്യം ചെയ്യണമെന്ന് CPM ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ ഞാനൊരാളെ കണ്ടുമുട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പൊ പാർട്ടിയുടെ ഇവിടുത്തെ എൻ്റെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നീക്കുന്നത് ഞാനാണ്. മിക്ക സമയത്തും ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കാണും ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനത്തില് ഈ റബഡ ചന്ദ്രശേഖരനെ പോലെ കാര്യപ്രാപ്തിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DGP ആയിട്ട് ഈ തലപ്പത്തിരുന്നത് കൊണ്ട് കേരള പോലീസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എം കെ ഹരിദാസ് അവിടെ വേറെ ചോയ്സ് ഇല്ല. നോക്കൂ, നിതിൻ അഗർവാൾ അദ്ദേഹമാണ് സീനിയർ മോസ്റ്റ് അല്ലേ, കേരള കേഡറിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. നിയമപ്രകാരം അദ്ദേഹത്തിനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അനഭിമതനായി? അദ്ദേഹവും തലശ്ശേരിയിലെ ASP ആയിരിക്കുന്ന സമയത്ത് അവിടെ അന്ന് സംഘർഷഭരിതമായിരുന്നല്ലോ. അന്ന് CPM പ്രവർത്തകരെ, DYFI പ്രവർത്തകരെ ഒക്കെ ക്രൂരമായി മർദ്ദിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തോട് ഇപ്പോഴും വിദ്വേഷം പുലർത്തുന്നത്. അപ്പോൾ നിതിൻ അഗർവാളിനെ എന്തായാലും ആക്കില്ല. പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ യോഗേഷ് ഗുപ്ത ഇപ്പോൾ അദ്ദേഹം ചില കോൺട്രവേഴ്സികൾ ഒക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. അതായത് ഒന്നാമത് PP ദിവ്യക്കെതിരെ നമ്മുടെ പിണറായിയുടെ അതുപോലെ ഗോവിന്ദൻ്റെയൊക്കെ ഇഷ്ടക്കാരിയായ PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടു. അതോടുകൂടി അദ്ദേഹം അനഭിമതനായി. മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അഴിമതി അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അനഭിമതന. പക്ഷേ പണ്ട് തൊട്ടേ ഇദ്ദേഹം ഒരു അപ്രൈറ്റ് ഓഫീസറാണ്. പണ്ട് തൊട്ടേ ഈ CPMകാരുടെ ഇടതുമുന്നണിയുടെ കണ്ണിലെ കരടാണ് യോഗേഷ് ഗുപ്ത. അപ്പോൾ ഇവരെ രണ്ടുപേരെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നിൽ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കാൻ പറ്റുന്നത് റവാഡ ചന്ദ്രശേഖരനാണ്. അതുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ. തമ്മിൽ ഭേദം തൊമ്മൻ. അനിൽ നമ്പ്യാർ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് ആ ഒരൊറ്റ വാക്കിലേക്കാണ് എത്തുന്നത്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്കുള്ളത് കീഴടങ്ങലാണ്. എനിക്ക് ശ്രീ അനിൽ നമ്പ്യാർ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. നിങ്ങളുടെ BJPയുടെ ഈ ഒരാൾ മന്ത്രി ശബരിമല തൊഴാൻ വന്നപ്പോ ഒന്ന് ഏറ്റുമുട്ടിയ ഒരു മിനിറ്റ് ശ്രീ ഹരിദാസ് ഒറ്റ മിനിറ്റ്. ശ്രീ എം ഹരിദാസ് കേൾക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. MK ഹരിദാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ MK ഹരിദാസ്. ഈ പമ്പയിൽ വെച്ചിട്ട് BJPയുടെ ഒരു മന്ത്രിയായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ, ഒരു ചെറുപ്പക്കാരൻ, എന്തായാലും പേരിപ്പോ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് വീണ്ടും കേരള കേഡറിൽ. കർണാടക കേഡറിലായിരുന്നു.
അദ്ദേഹം എങ്ങനെയാ ഈ CPM-നെ ഈ ചാലക്കുടിയിൽ വെച്ചിട്ട് ഒരു ഹർത്താലിനെ DYFI-ക്കാരെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു പിക്ചർ അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുണ്ട്? അന്ന് എന്തായിരുന്നു ആ വ്യക്തിക്കെതിരെ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, അത് എന്തായിരുന്നു അദ്ദേഹത്തിനെതിരുള്ള ഇവരുടെ നേരെയുള്ള കുതിര കയറില്ലേ? എങ്ങനെയാണ് അയാള് ഇവർക്ക് അഭിമതനായത്? BJP-യുടെ മന്ത്രിയെ ആ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി കത്തി നിൽക്കുന്ന സമയത്ത് ഒരു BJP-യുടെ കേന്ദ്ര സഹമന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ഉണ്ടായതോടു കൂടിയിട്ട് ഇവർക്ക് അദ്ദേഹം വേണ്ടപ്പെട്ടവനായി ഇപ്പൊ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആയാലും ഒരു IAS ഉദ്യോഗസ്ഥനെ ആയാലും ചേർത്ത് നിർത്തുന്നതും തള്ളി പറയുന്നതും അദ്ദേഹത്തിന്റെ പേര് യതീഷ് ചന്ദ്ര, അദ്ദേഹം ഇപ്പൊ കണ്ണൂർ DIG ആണ്. യതീഷ് ചന്ദ്ര എങ്ങനെയാണ് ഇവർക്ക് അഭിമതനായത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ചാലക്കുടിയിലെ എവിടെയോ ഒരു കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നവനെ പോലും പിടിച്ച് അന്ന് നമുക്കൊക്കെ എത്ര ഒരു ആവേശ മനുഷ്യന്റെ പേരിൽ തോന്നി. പക്ഷെ ഇവർക്ക് അന്ന് ആ വ്യക്തിയെ അങ്ങേയറ്റം അവഹേളിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇവർക്ക് വേണ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാറിയത് BJP-യുടെ മന്ത്രിയെ പമ്പയിൽ വെച്ചിട്ട് അങ്ങേയറ്റം അവഹേളിച്ചതോടുകൂടി അദ്ദേഹത്തിന് പൊന്തൂവൽ ചാർത്തിയിട്ട് അദ്ദേഹം നല്ല വ്യക്തിയെ. അപ്പൊ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടോ വ്യക്തമായിട്ടൊരു ധാരണയൊന്നും ഒരു കാര്യത്തിലും ഇല്ല. ആരാണോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു രീതിക്ക് അപ്പുറം യാതൊന്നുമില്ല. അന്നേക്ക് അരി തരുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ശീലത്തിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് പൂരിപ്പിക്കണം. അതായത് അപ്പൊ യോഗേഷ് ഇപ്പോഴത്തെ നമ്മുടെ റവട ചന്ദ്രശേഖരനെ പോലെ സംശുദ്ധിയുള്ള ഒരു വ്യക്തി ഇവിടെ DGP ആയിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ, കാര്യപ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ കീഴിലല്ല അദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനൊറ്റവാക്കിൽ പറയാനുള്ളത് എന്താ, കുത്തിരിച്ചോറായിട്ട് എന്താ കാര്യം, താളല്ലേ കറി അനിൽ നമ്പ്യാർ. അപ്പൊ ആ വ്യക്തിക്ക് ഇവിടെ കാര്യമായിട്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിധത്തില് പോലീസിനെ ഉപയോഗപ്പെടുത്തത്തക്ക തോതില് നമ്മുടെ DGP-യുടെ താഴത്ത് തൊട്ടിട്ട് താഴത്തുള്ള ഒരു സബ് ഇൻസ്പെക്ടറെ വരെയൊക്കെ നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം കേരളത്തിലെ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നതിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും അറിയില്ലെങ്കിലും ഈ സെൻകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്തോ ഒരു ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കോടതി കയറേണ്ടി വന്നു എന്നുള്ളതും, അദ്ദേഹത്തിനെയും ഈ പറഞ്ഞമാതിരി തന്നെയാണെങ്കിൽ കോടതി സംശുദ്ധനാക്കിയിട്ട് അങ്ങനെ കൃത്രിമമായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതല്ലാന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം അദ്ദേഹത്തെ ഒരു DGP ആക്കിയിട്ട് ഇരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് 28 ലക്ഷം രൂപ പ്ലസ് 4 ലക്ഷം രൂപ 32 ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്ത് കേസ് വാദിച്ചവരാണ് ഇവര്. എന്നിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ DGP സ്ഥാനത്ത് അവരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവിനെ മാനിക്കാതെ വീണ്ടും കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടി വരുമോ എന്ന്. അപ്പൊ ഇവർക്ക് സംശുദ്ധിയുള്ളവരൊന്നും. എന്നിട്ട് എന്താ ഉണ്ടായത്, അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ടോമിൻ തച്ചങ്കരിനെ ആ ഓഫീസിൽ ഇരുത്തിക്കൊണ്ടുള്ള ഭരണം നടത്തിയവരാണ് ഇവര്. ഞാൻ അനിൽ നമ്പ്യാരുടെ ഇദ്ദേഹത്തിൽ നിന്നും ഒരു സൽഭരണം പ്രതീക്ഷിക്കാം, ഇദ്ദേഹത്തിൽ നിന്നും പല നമ്മളുടെ ഗിമ്മിക്കുകളും പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നത് ഇവരുടെ അടുത്ത നടപടി നമ്മൾ കാണണം. ആഭ്യന്തര വകുപ്പിന്റെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇനിയുള്ള ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിർണായകമാണ് അനിൽ നമ്പ്യാർ. ആ നിർണായകമായ കാലഘട്ടത്തിൽ ഈ റവാഡ ഇവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ചലനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് റവാഡയ്ക്ക് മുകളിൽ ഒരു DGP സ്ഥാനത്തല്ലാത്ത ആരെയും കൊണ്ടെങ്കിലും അവരോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ അവിടെ കൊണ്ടിരുത്തിക്കൂടായികയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അതായത് റവട ചന്ദ്രശേഖരന്റെ കഴിവുകളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ നിങ്ങളെ ഇവിടുത്തെ പങ്കെടുത്ത പോലീസ് ഓഫീസർക്കും താങ്കൾക്കും ബോധ്യമുണ്ട്, കുറച്ചൊക്കെ എനിക്കും ബോധ്യമുണ്ട്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ, തൃശ്ശൂർ ഉണ്ടായത് കണ്ടില്ലേ? തൃശ്ശൂർ എന്താ ഉണ്ടായത്, 7 ഗുണ്ടകൾ ചേർന്നിട്ട് 3 പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത് പിന്നീട് അവരെ കീഴ്പ്പെടുത്തുകയും അവരെ ആശുപത്രിയിലാക്കത്തക്ക തോതിൽ അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം രുചിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു 7 ഗുണ്ടകൾ ഒരു പോലീസ് ജീപ്പിനെ ആക്രമിക്കത്തക്ക തോതില് നമ്മുടെ പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നുള്ള, അതായത് ഇവരവിടെ ഇന്നലെ മിനിഞ്ഞാന്നും പൊട്ടിമുളച്ചതൊന്നല്ല, മിനിഞ്ഞാന്ന് പ്രസവിച്ചവരുമല്ല 7 പേര്. ഈ 7 പേര് അവിടെ വിലസാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. അത്തരക്കാർ
ഗുണ്ടകളെയൊക്കെ വളരാൻ അനുവദിക്കുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ദുഷിച്ചു നാറിയൊരു ഭരണം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കെ റവാഡ ചന്ദ്രശേഖരൻ നാളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ എൻ ഹരിദാസ്, CPM-ന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് അങ്ങനെയായിരുന്നു. താങ്കൾക്കും അറിയാലോ, അന്ന് റവാഡ ചന്ദ്രശേഖരനെ പ്രതി ചേർത്തു, അദ്ദേഹത്തെ വേട്ടയാടി 2012 വരെ അദ്ദേഹം നിയമയുദ്ധം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ അതിനെ വളരെ ലാഘവത്തോടെ, വളരെ ലഘൂകരിച്ചിട്ടാണ് ആ വിഷയത്തെ ഇന്ന് അവതരിപ്പിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ. എന്തായാലും പാർട്ടി അണികൾക്ക് ഇടയിൽ അമർഷം ഇല്ലേ? അവരുടെ പ്രതിനിധി എന്ന നിലയിലല്ലേ P. ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ചത് ഇന്ന്? അനിൽജി, 1994 നവംബർ 25 കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ മറന്നാലും DYFIയുടെ പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ മറക്കാൻ കഴിയില്ല. കേരളത്തിലെ അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ അക്രമ പരമ്പര സൃഷ്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു ആ കൊലപാതകത്തിന് ശേഷം നടന്ന കേരളത്തിലെ അക്രമങ്ങൾ. ഞങ്ങൾക്കറിയാം, അന്ന് രവദാ ചന്ദ്രശേഖരൻ തലശ്ശേരിയുടെ ASP ആയിരുന്നു. അദ്ദേഹം സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നല്ല കഴിവുള്ള പോലീസ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളാരും അദ്ദേഹം മോശമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പഴഞ്ചൊല്ലുണ്ട് നമുക്കറിയാം, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ, കൊന്നതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ ആദ്യം മോശമാന്ന് പറയുന്ന ഇവര് തന്നെയാണ്, ഇപ്പൊ നല്ലതാന്ന് പറയുന്ന ഇവര് തന്നെയാണ്. അവരെന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ കഴിവിനെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിലോ ഞങ്ങൾക്കാരും സംശയമില്ല. കാരണം UPSC പരീക്ഷ എഴുതിയിട്ടാണ് IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത്. വളരെ സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്, നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ മലക്കം മറിയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ 5 അണികളെ വെടിവെച്ച് കൊന്നത് അതിന് ഉത്തരവാദി രവദാ ചന്ദ്രശേഖരൻ അടക്കമുള്ള പോലീസ് സംഘമാണെന്ന് പറഞ്ഞ് കൂത്തുപറമ്പില് 25 തീയതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ മാർച്ചില് പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർക്ക് അവിടെ പുറത്തു നിൽക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ അടച്ചു പൂട്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒളിവ് പോയിരുന്നു എന്ന് പറയുന്ന MP രാഘവനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ അന്ന് DYFIയുടെ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി M. സുരേന്ദ്രനായിരുന്നു, MP ജയരാജന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെയുള്ള സംഘമാണ് അന്ന് ഒരു ബദൽ രേഖയുടെ പേരിൽ പുറത്താക്കിയ MP രാഘവൻ ഒരു സഹകരണ മന്ത്രിയായി വന്നപ്പോ പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ കൊല്ലാൻ ശ്രമിച്ചതും 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് 30 വർഷമാ ആര് കടന്ന് പുഷ്പൻ കടന്നത്, ശരശയിൽ കടന്നത്. 30 വർഷം ശരശയിൽ കടന്ന പുഷ്പൻ 30 വർഷം കിടക്കുമ്പോഴും ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് സമരത്തിനുണ്ടായിരുന്ന MV ജയരാജൻ ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ ജില്ലാ സെക്രട്ടറി MP രാഘവന്റെ ചരമദിനത്തിൽ പങ്കെടുക്കുകയും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഒരേ സമയത്ത് പങ്കെടുക്കുന്ന CPM നേതാവാണ്. അത് പാർട്ടി അറിയാതെയാണോ പോയിട്ടുള്ളത്? MP രാഘവന്റെ മരണശേഷം ആ മരിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ശവശരീരത്തിന് വേണ്ടി CPM-ന്റെ നേതാക്കന്മാർ മത്സരമായിരുന്നു. CMP നേതാക്കന്മാരെയും UDF നേതാക്കന്മാരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. അതുവരെ UDF-നുണ്ടായി MP രാഘവൻ മരിച്ചപ്പോ ആ ശവശരീരത്തിന് വേണ്ടി മത്സരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസുകൾ പിടിച്ചടക്കി. അദ്ദേഹം ഇവർക്ക് നല്ല പള്ളിയായി മാറിയിട്ടുണ്ട്. ഇപ്പൊ രവദാ ചന്ദ്രശേഖരൻ നല്ല പള്ളിയാണല്ലോ. സ്വാഭാവികമായിട്ടും അന്ന് മരണപ്പെട്ട MP രാഘവന്റെ ബോഡി കൊണ്ടുപോയത് ആരാണ്? CPM നേതാക്കന്മാരല്ലേ. അവരുടെ ഈ അനുസ്മരണ പരിപാടി നടത്തുന്നത് വർഷാവർഷമാരാണ്, CPM നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നത്, CMPയുടെ നേതാക്കന്മാരല്ല. അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതാരാണ്? CPM ആണ്. അല്ല, എല്ലാവിധ പരിവേഷങ്ങളും പറഞ്ഞതൊക്കെ മറന്നു പോകുന്ന ഒരു പാർട്ടിയാണ് CPM എല്ലാ കാലത്തും. ഇപ്പം എനിക്ക് തോന്നുന്നു P. ജയരാജൻ, PJ ആർമിയും അതോടൊപ്പം തന്നെ ഈ അണികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അണികളുടെ പക്ഷത്ത് ചേരുകയും MP ജയരാജനും V. ഗോവിന്ദൻ മാഷൊക്കെ പാർട്ടി പക്ഷത്തുമാണുള്ളത്. പൊതുവേ നമുക്കറിയാം ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ P. ജയരാജനെ മൂലക്കിരുത്തിയിട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അദ്ദേഹം ഒരു കമന്റ് പുറത്ത് വന്നിട്ടുള്ളത് MP രവദാ ചന്ദ്രശേഖരന്റെ പേരിൽ. കാരണം അദ്ദേഹം സമർത്ഥനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഞങ്ങളാരും അദ്ദേഹം മോശമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ DGP ആകുന്നതിന് ആർക്ക തടസ്സം? ആരാണ് എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ഇവര് തന്നെയാണ് ഒരു കാലത്ത് മോശമെന്ന് പറയുന്നത്, ഇപ്പം നല്ലതാന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. അപ്പൊ ഈ 5 സഖാക്കളെ വെടിവെച്ചതിന് ഉത്തരവാദി രവദാ ചന്ദ്രശേഖരാന്ന് ഇന്നലെ വരെ പറഞ്ഞവർ, സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയവർ, ഇപ്പോ വിദേശ സർവകലാശാലകൾ പോലും കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ്? ഇപ്പൊ DYFI ഇവിടെ പോയി.
ഡിവൈഎഫ്ഐക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്? ആ വെടിയേറ്റ് മരിച്ച സഖാക്കൾ 30 വർഷം കടന്ന ഈ പുഷ്പനെ പോലെയുള്ള ആളുകൾ എന്ത് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, അവരെയൊക്കെ സത്യത്തിലെ മറന്നുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. അപ്പൊ CPM-ന്റെ അണികളിൽ വലിയ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കറിയാം. കാരണം രവദാ ചന്ദ്രശേഖരൻ കണ്ണൂർ തലശ്ശേരി ASP ആയിരുന്നു. എനിക്ക് നല്ലവണ്ണം അറിയാം. അദ്ദേഹം ഇല്ലത്തായ അവിടെ താമസിച്ചപ്പോ അദ്ദേഹം CPM-നെതിരെ നിലപാട് അന്നേ എടുത്തിരുന്നു. ആ കോൺഗ്രസിന്റെ കരുണാകരന്റെ ഭരണത്തില് CPM-ന്റെ അണികൾ തെമ്മാടിത്തം കാണിച്ചപ്പോൾ അവരെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോയി അവരെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് രവദാ ചന്ദ്രശേഖരന്റെ ഭാര്യ മാത്രം വീട്ടിലുണ്ടാവുമ്പോ കോളിംഗ് ബെൽ അടിച്ച് വീട്ടിൽ വിളിച്ചിട്ട് ഉടുമുണ്ട് കഴിച്ച് കാണിച്ചു കൊടുത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് രണ്ടുപേരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ കൊടിയ മർദ്ദനമാണ് കൊണ്ടുപോകുന്നത്. അന്ന് കിട്ടിയത് പോലീസിന്റെ കയ്യിൽ നിന്ന്. പോലീസ് എല്ലാ വൈരാഗ്യവും അവരോട് തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും പോലീസിനെതിരായിട്ട് ഒരു നടപടി എടുക്കാനും സാധിച്ചിട്ടില്ല. ആ ഗവൺമെന്റിനെതിരായിട്ട് അണികളെ തൃപ്തിപ്പെടുത്താൻ ചില പൊടിക്കൈകൾ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറത്തായിട്ട് എന്ത് നയമാണ് ഇവർക്കുള്ളത്? എന്ത് നിലപാടുള്ളത്? ഒരു നിലപാടുമില്ല. CPM-ന് കേരളത്തിൽ ഒരു നിലപാടുമില്ല, കണ്ണൂർ ജില്ലയിൽ ഒരു നിലപാടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അണികൾ ഞാൻ പറഞ്ഞില്ലേ, വെടിയേറ്റ് കിടന്നിട്ട് ശരശയ്യയിൽ കടന്നിട്ട് 30 വർഷം ദുരിത യാതന അനുഭവിച്ചിട്ടുള്ള പുഷ്പനെ പോലെ ആൾ കിടക്കുമ്പോഴാണ് MV ജയരാജൻ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ MV രാഘവന്റെ ചരമദിനത്തിൽ പങ്കെടുക്കുന്നതും. ഈ ഉളുപ്പും തൊലിക്കട്ടിയും ആർക്കാണ് ഉണ്ടാവുക? ആർക്കാണ് ഈ തൊലിക്കട്ടി കിട്ടുക? നിങ്ങൾ നോക്കൂ, ഈ അണികൾ വെടിയേറ്റ് കിടക്കുന്ന ഒരു ശരശയെ കിടക്കുക, മൂത്രവും മലവും ഒക്കെ പാവം ആ ബെഡിന് 30 വർഷം അതിൽ കഴിച്ചുകൂടേണ്ടി വന്ന ഒരു ഗതികേട് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രവർത്തകർക്ക് വേണ്ടി ആത്മവീര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്ത് ചാടി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അന്നത്തെ DYFI നേതാക്കളായ M സുരേന്ദ്രനും ആയിക്കോട്ടെ, MV ജയരാജനായിക്കോട്ടെ, മുഴുവൻ നേതാക്കന്മാരും ഇന്ന് CPM-ന്റെ നേതാക്കന്മാരാണ്. അവരൊക്കെ CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്ത് വരണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? സ്വാശ്രയ കോളേജുകൾ വരണം. ഇവിടുത്തെ സ്വാശ്രയ കോളേജ് മാത്രമല്ല, വിദേശ സർവകലാശാലകൾ വരണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക. എത്ര കോളേജുകൾ ഇന്ന് CPM-ന്റെ അണ്ടറിലുണ്ട്? എത്ര സ്വാശ്രയ കോളേജുകൾക്ക് CPM അംഗീകാരം കൊടുത്തിട്ടുണ്ട്? അപ്പൊ CPM എല്ലാ നിലപാടുകളും മാറിയിട്ടുണ്ട്. MV രാഘവനോട് നിലപാട് മാറ്റിയിട്ടുണ്ട്, രവദാ ചന്ദ്രശേഖരനോട് നിലപാട് മാറിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായി നിലപാട് മാറ്റുന്നത് എല്ലാവർക്കും അറിയാം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്, അതായത് സർക്കാരിൻ്റെ നയം നിലപാട് ഒക്കെ മാറും, അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. CPIയെ സംബന്ധിച്ചിടത്തോളം MR അജിത് കുമാർ വരരുത്, ആ ഒരൊറ്റ നിർബന്ധം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ സർക്കാർ നിലപാട് മാറും, പാർട്ടിയുടെ നിലപാട് മാറും, സമീപനം മാറും, അതിലൊന്നും അതിശയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, CPIക്ക് ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് കേരളത്തിലെ CPM. നമുക്കറിയാം, ജയ് വിളിച്ച ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ വരെ വിളിപ്പിച്ചു, നമ്മൾ സംഘപരിവാർ വിളിപ്പിച്ചു എന്ന് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പൊതു മധ്യത്തിലെല്ലാം പറയുന്നത് നമുക്കറിയാം, വാട്സപ്പിലൊക്കെ വരുന്നത് സംഘപരിവാർ ഉരുവിട്ട മന്ത്രം. ഇപ്പോൾ CPI ഒരു നിലപാടുമില്ലാത്ത ഒരു പാർട്ടിയാണ് CPI. എല്ലാവർക്കും അറിയാം. രവദാ ചന്ദ്രശേഖരൻ ഇപ്പോൾ വരുമ്പോൾ അവർക്ക് ഒരു നിലപാടിന് ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ വരാൻ പാടില്ല, മറ്റുള്ളവർ വരാൻ പാടില്ല, അജിത് കുമാർ വരാൻ പാടില്ല. CPIക്ക് നിലപാട് അജിത് കുമാർ വേണമെന്നാണ് CPM-ന്റെ നിലപാട്. അങ്ങനെ നിലപാടുള്ള പാർട്ടിയാണ്. പക്ഷേങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നിലപാടും ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി. കണ്ണൂർ ജില്ല അണികളോട് എന്ത് പറയും? 5 പേരെ കൊലക്ക് കൊടുത്ത ഒരു പാർട്ടി ആരാണ്? CPM-ആണ്. DYFIയുടെ സമരവീര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു. CPM ഇനി DYFI സമരത്തിന് ആരെയും കിട്ടുമോ? കാരണം എന്ത് പ്രതീക്ഷയാണ് അവർക്കുള്ളത്? ഇന്നലെ വരെ പറഞ്ഞത് വിഴുങ്ങുന്ന ഒരു പാർട്ടി, ഒരു യുവജന വിഭാഗമായിട്ട് DYFI മാറുന്നു, ആ പാർട്ടി മാറുകയാണ്. അതുകൊണ്ട് രവദാ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഞങ്ങളാരും എതിർത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്, കഴിവുള്ളവരാണ്. കഴിവുള്ളതുകൊണ്ടാണ് കേന്ദ്ര ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ IB-യിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവിനെ ആരാ കുറച്ച് പറയുന്നത്? ആരും പറയുന്നില്ല. പക്ഷെ നിലപാടെടുത്തത് ആരാണ്? ഗവൺമെന്റ് എടുത്ത നിലപാട്. ആ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതാരാണ്? ഇതേ ഗവൺമെന്റ് ആണ് പറയുന്നത്, ഇതേ പാർട്ടിയാണ് പറയുന്നത്. ഇപ്പം നല്ല പള്ളിയായി രവദാ ചന്ദ്രശേഖരൻ. അന്ന് മോശക്കാരായിരുന്നു. അന്ന് അണികളോട് പറഞ്ഞത് എങ്ങനെയാ? അദ്ദേഹത്തെ കേസിൽപ്പെടുത്തിയില്ലേ? അദ്ദേഹം MV രാഘവനും അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതി പോയിട്ടാണ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുവരെ എല്ലാ കേസിലും അദ്ദേഹത്തിനെ പോലെ ആളുകൾക്ക് ആ കുറച്ച് മാസങ്ങൾ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കണ്ണൂരില് എനിക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടൊക്കെ പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി CMB നേതാക്കന്മാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാനടക്കം പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. CM ബാലകൃഷ്ണനെ പോലെ ആളുകളൊക്കെ കൂട്ടാൻ പോയി ഞങ്ങളാണ് അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് CMB-യുടെ കുറെ നേതാക്കന്മാരെ ഞങ്ങളൊക്കെ പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളൊക്കെ കാരുണ്യം കൊണ്ടാ. പക്ഷേ ആ കാരുണ്യം അവർ മറന്നുപോയി. കാരണം എന്താ? ഇന്ന് CPM-ന്റെ കൂടെ പോയി അവര്. നിലപാട് CPM-നും ഇല്ല, CMB-ക്കും ഇല്ല.
ഒരാൾക്കുമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ചുവന്ന കൊടിക്ക് ഒരു നിലപാടില്ലാത്ത ഒരു കൊടിയാണ് ചുവന്ന കൊടി എന്ന് മനസ്സിലായി. CPI ആയിക്കോട്ടെ, CMP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഒരു നിലപാടുമില്ലാത്ത പാർട്ടിയാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഇവരുടെ നിലപാടിന്റെ മാറ്റത്തില് ആർക്കും ഒരു വലിയൊരു അതിശയമൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അതിശയപ്പെടേണ്ട ആവശ്യമില്ല. MP രാഘവൻ ജീവിച്ച് മരണത്തിനും ആ മരണത്തിന് ശേഷമുള്ള നിലപാടുകളും അവരെ മകനോടെടുത്ത നിലപാടുകൾ, ഈ പറയുന്ന കൊലക്ക് കൊടുത്ത ആളുകൾക്കൊരു നിലപാടുകൾ, ഈ കൊല്ലപ്പെട്ടവരൊക്കെ പാവങ്ങളായിരുന്നു. അവർ നേതാക്കന്മാരല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ഇപ്പോൾ ഒരു കടപ്പാട് CPM-നില്ല. M. സുരേന്ദ്രനുമില്ല, MP ജയരാജനുമില്ല, DYFI നേതാക്കന്മാർക്കുമില്ല. എത്ര 500ഓളം ബസ്സുകൾ, നമുക്കറിയില്ല, 500ഓളം ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ കത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ കണ്ണൂരിലെ വിഷചികിത്സാ കേന്ദ്രം MP രാഘവൻ തുടങ്ങിയത് കൊണ്ട് അത് കത്തിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസുകളും ഗവൺമെന്റ് ഓഫീസുകളും കത്തിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നത്? പാമ്പ് മുതൽ പാമ്പുകയും കീരിയെയും അണ്ണാനെയും മലയണ്ണാനെയും എല്ലാം ചുട്ടുകരിച്ചിട്ടില്ലേ? ആ ചുട്ടുകരിച്ച പാർട്ടി ഇപ്പം പൊതുസമൂഹത്തോട് പറയുകയാണ് ഇവരൊക്കെ നല്ലവരാണെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ചുട്ടുകരിച്ച ഈ സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം നടത്തിയതിനാ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാ പാർട്ടി? അത് പൊതുസമൂഹത്തോട് പറയണ്ടേ? എന്നാൽ ഞങ്ങൾക്ക് അന്ന് തെറ്റ് പറ്റിയതാണ് എന്ന് പറയണ്ടേ? ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാത്ത ഇവരെ അറ്റ്ലീസ്റ്റ് DYFI പ്രവർത്തകന്മാരോട് മാപ്പി ചോദിക്കണം. ഞാൻ പറയുന്ന MP ഗോവിന്ദനും മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് പ്രവർത്തകന്മാരോട്, M. സുരേന്ദ്രൻ അടക്കം ആളുകൾ ഒന്ന് പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട് മാപ്പി ചോദിക്കുന്നില്ലെങ്കിലും താങ്കൾ നിങ്ങളെ ഇറക്കി വിട്ടാത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു എന്നെങ്കിലും പറയണം അറ്റ്ലീസ്റ്റ്. കാരണം അവരെയൊക്കെ സമരമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ എല്ലാ നിലപാടുകളും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലപാട് മാറ്റം ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു നിലപാടുമില്ലാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിലൊരു സംശയം ഞങ്ങൾക്ക് തോന്നില്ല. ഞങ്ങൾ ഈ പുതിയ DGP-യെ 100% അംഗീകരിക്കുക. നല്ല സമർത്ഥനാണ്, നമുക്ക് കഴിവുള്ളവരാണ്, നമുക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നം ആർക്കാണ്? CPM-നും ഭരണകർത്താക്കൾക്ക് പ്രശ്നമുണ്ടായേ. അവർ ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തുന്നു, അത്ര തന്നെയുള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ നിതിൻ അഗർവാളിൻ്റെയും അതുപോലെ യോഗേഷ് ഗുപ്തയുടെയും കാര്യം ഞാനിവിടെ പരാമർശിച്ചു. നിതിൻ അഗർവാളും ഏബിൾ ആയിട്ടുള്ള ഓഫീസറാണ്, യോഗേഷ് ഗുപ്തയും ഏബിൾ ആയിട്ടുള്ള ഓഫീസറാണ്. രണ്ടുപേരും അപ്രൈറ്റ് ആയിട്ടുള്ള ഓഫീസർമാരാണ് അല്ലേ? അവരുടെ പേരിൽ വലിയ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല. എന്തുകൊണ്ട് ഇവർ അനഭിമതരായി? അതും ചില രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെയാണ്. CPM-ൻ്റെ ഇംഗിതത്തിന് രണ്ടുപേരും വഴങ്ങില്ല. നിതിൻ അഗർവാളും ഈ രവാദ ചന്ദ്രശേഖർ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മുമ്പ് അവിടെ തലശ്ശേരി ASP ആയിരുന്നൊരു വ്യക്തിയാണ്. അന്നും ഈ CPM RSS സംഘർഷ സമയത്ത് അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ആ ഒരു ചുരുക്കാണ് ഇപ്പോഴും അദ്ദേഹത്തോട് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ വ്യക്തി നമ്മുടെ യോഗേഷ് ഗുപ്തയാവട്ടെ ഇവരുടെ അഴിമതി തുറന്നു കാട്ടാനുള്ള ചില നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇവർക്ക് അനഭിമതനായി. ശരിയാണ്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പം ഇപ്പോൾ ഉള്ളതിൽ ഭേദം CPM-ന് ഈ രവിദാസ് ചന്ദ്രശേഖർ തന്നെയാണ്. നേരത്തെ അവിടെ തലശ്ശേരിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ അഞ്ച് പേരെ വെടിവെച്ച് കൊല്ലും, ഒരാളെ ഏകദേശം പാരാലിറ്റിക്കായി 10-30 വർഷം കിടക്കുകയും ചെയ്ത ആ ഒരു സംഭവം അന്നത്തെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനായിട്ട് CPM തയ്യാറാകുന്നില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടൊക്കെ പറഞ്ഞെങ്കിലും അവിടെ വെറ്ററന്മാരായ അക്കീം ബത്തേരി മറ്റൊരു മറിച്ചവരൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയല്ല, അന്ന് MP രാഘവൻ്റെ ഒരു ധാർഷ്ട്യം, അദ്ദേഹം അവിടെ പോകരുതെന്ന് പറഞ്ഞു. അന്ന് രാമകൃഷ്ണനായിരുന്നു കേരളത്തിലെ മന്ത്രി, ഈ കോപ്പറേറ്റീവ് ഒരു മന്ത്രി. അദ്ദേഹം അന്ന് അവിടെ പോകാനിരുന്നതാണ്, M. രാമകൃഷ്ണൻ. പക്ഷേ ഈ ഒരു പ്രശ്നം അവിടെ ഗുരുതരമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പോയില്ല. അപ്പോൾ അത് തന്നെയല്ല, കണ്ണൂർ SP ആയിരുന്നയാൾ അവിടെ വന്നില്ല. പക്ഷേ SP-യിലും കഴിവുള്ള ആളാണ് അക്കീം ബത്തേരി, അതുകൊണ്ടായിരിക്കാം മറ്റവരൊക്കെ വരാതിരുന്നത്. അവിടെ അനിഷ്ട സംഭവം ഉണ്ടാകുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിനൊരു ഗുണം കിട്ടാൻ പോകുന്ന രവിദാസ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം IB-യിൽ നല്ല എക്സ്പീരിയൻസ്ഡായ പോസ്റ്റിലിരുന്ന ആളാണ്. അപ്പോൾ കേരളത്തിലെ ഇൻ്റലിജൻസ് ഒന്ന് ശക്തിപ്പെടുത്തണം. അത് ഇടതുപക്ഷം വന്നാലും അടുത്ത പ്രാവശ്യം ഇടതുപക്ഷമോ വലതുപക്ഷമോ ആരോ ആട്ടെ, കേരളത്തിലെ ഇൻ്റലിജൻസിന് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ പല സന്ദർഭത്തിലും ഈ ജനത്തിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസിന് വളരെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ഇതുപോലെയുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കായാലും ശരി, ഇനി വരാൻ പോകുന്നവർക്കായാലും കേരളത്തിലെ പല ത്രെട്ടുകൾ ഇപ്പം വരുന്നുണ്ട്. അത് മറ്റ് ചില ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ചില SDPI നേരത്തെ SDPIക്കാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ത്രെട്ടുകളൊക്കെ വന്നതായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ ഈ പുതിയ DGP-യുടെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി
ഇൻ്റലിജൻസ് അത് ഇത്രയും നാൾ നല്ല രീതിയിൽ ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ വരെ പ്രൊട്ടക്ഷൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ. അപ്പം ഇൻ്റലിജൻസ് നല്ല വർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് കേരളത്തിലൂടെ നടത്തണം. അതിന് ഇദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ്. കാരണം ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അല്ല, പക്ഷേ അവിടെയാണ് MK ഹരിദാസ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് കീഴിൽ രവാഡ ചന്ദ്രശേഖറിന് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആവും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അദ്ദേഹത്തെ നിയന്ത്രിക്കില്ലേ? തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ TP സെൻകുമാറിൻ്റെ അരികിൽ ടോമിൻ തച്ചങ്കരി ഇരുത്തിയതുപോലെ അവിടെ മറ്റൊരാളെ കൊണ്ട് ഇരുത്തില്ലേ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, അതൊന്നും രഘുദാസ് ചന്ദ്രശേഖരുടെ അടുത്ത് നടക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പം സെൻട്രലിൻ്റെ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കാം. ആ ലിസ്റ്റിനകത്ത് വന്നു, ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയില്ല. രണ്ടാമത് ഇത്ര വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് DGP ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെയല്ല, അത് ഒരു തരത്തിൽ മുഖ്യമന്ത്രി അതൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. കാരണം 3 പേരെ അത് നോക്കി 3 പേരും കഴിവുള്ളവരാണെങ്കിലും അതിൽ മിഡിലായിട്ട് രണ്ടാമത് നിന്ന ആളെ തന്നെ അത് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റവരും ഇതുപോലെ ഇതേപോലെ റിജിഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടഫായിട്ട് ആണ് മറ്റേ 2 ഓഫീസേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അവരെപ്പറ്റി വ്യത്യസ്തമായ പല റിമാർക്കുകളും പലരും പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും സ്ട്രേറ്റ് ഫോർവേഡാണ്. അപ്പോൾ അത് തന്നെയല്ല, ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ മയവുണ്ട് രഘുദാസ് ചന്ദ്രശേഖരൻ. അദ്ദേഹം വളരെ സ്റ്റിഫാണ് തീരുമാനം എടുക്കുന്ന കാര്യത്തിലെങ്കിലും എല്ലാ കാര്യങ്ങളും നേരിടാൻ കുറച്ചുകൂടെ മയവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റലിജൻസ് അദ്ദേഹം ശക്തിപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുപോലെ ഓരോ ക്രൈം ബ്രാഞ്ചും അത് വളരെ ശക്തി. കേരളത്തിലെ ലോലെസ്നെസ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ കാരണം ഇപ്പോൾ ലോലെസ്നെസ് വളരെ നമുക്കറിയാമല്ലോ. കേരളത്തിലെ ഗുണ്ടകൾ മുമ്പ് പറഞ്ഞല്ലോ, അത് MK ഹരിദാസ് അത് പറഞ്ഞു. ആ ബ്രഹ്മദത്ത് എന്ന് പറഞ്ഞ ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ആ 4.5 ലക്ഷം രൂപയുടെ നഷ്ടം പോലീസ് വാഹനത്തിൽ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ശരിക്കും അവിടുത്തെ ആദ്യം വന്ന ആ കൺട്രോൾ റൂമിലെ വണ്ടിയിലെ 4 പേർക്ക് ശരിക്കും മർദ്ദിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്ര ധൈര്യം വരുന്നത്? അപ്പോൾ അതുകൊണ്ട് രഘുദാസ് ചന്ദ്രശേഖരൻ പറഞ്ഞ ആൾ കേരളത്തിൽ വരേണ്ട ഒരു ആവശ്യം തന്നെയാണ്. കാരണം സ്റ്റിഫായിട്ട് കാര്യങ്ങൾ നോക്കണം, ഗുണ്ടകളെ അതുപോലെ കൈകാര്യം ചെയ്യണം. ഇനി വെടിവെക്കുന്നതിനും തടസ്സമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അത് എന്തുകൊണ്ട് ആ ഗുണ്ടകളെ എവിടെ ആക്രമിച്ച ആ പോലീസുകാരെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് വെടിവെച്ചില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. അതിന് അധികാരം ഉണ്ടല്ലോ. കുറേ നാൾ കേസിൻ്റെയൊക്കെ പുറകെ നടക്കേണ്ടി വരും. അതിന് പോലീസിന് അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിന്നെ എന്തിനാണ് തോക്കുകൊണ്ട് നടക്കുന്ന പോലീസ്? അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായ ഒരു ലോ ആൻഡ് ഓർഡർ. അത് മാത്രമല്ല അതായത് രവാഡ ചന്ദ്രശേഖറാണ് വെടിവെപ്പിന് നേതൃത്വം നൽകിയത് എന്ന രീതിയിലാണല്ലോ മാധ്യമങ്ങളും ഇന്ന് കാണിക്കുന്നത്. അങ്ങനെയാണ്, അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്ന TT ആൻ്റണിയാണ് വെടിവെപ്പിന് ഉത്തരവിട്ടത്, അല്ലേ? അത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രവാഡ ചന്ദ്രശേഖർ നടപ്പിലാക്കിയായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ വെടിവെപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ MV രാഘവനെ തീർത്തേനെ DYFIക്ക്, ഒരു സംശയവുമില്ല. ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ, ഒരുപക്ഷെ N ഹരിദാസിന് അറിയാമായിരിക്കാം, അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അന്ന് ഇതുപോലെ വെടിവെപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ MV രാഘവൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. അവിടെ DYFIക്കാർ പ്രതികളാകുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെടിവെപ്പിനെ ന്യായീകരിക്കാം, പക്ഷേ എങ്കിലും ചില നിയമ നടപടികളിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2012 വരെ അദ്ദേഹത്തിന് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയർ കേരള കേഡറിലെ ഒരു ഉദ്യോഗസ്ഥന് എത്ര കാലം കേരളത്തിൽ ഇരിക്കാൻ സാധിച്ചു, അതും പ്രധാനപ്പെട്ട തസ്തികകളിൽ എവിടെയൊക്കെ അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ ഇരുന്നിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ല, നമ്മൾ ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം കോടതി തീരുമാനമെടുത്തു, അതിനകത്ത് അദ്ദേഹം നിരപരാധിയാണെന്ന്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇത്രയും വർഷം ഫൈറ്റ് ചെയ്ത് 2012 അങ്ങനെ ഒരു തീരുമാനം വന്നു. ആ തീരുമാനത്തിനെതിരായിട്ട് പാർട്ടിക്ക് CPM പോകാൻ പറ്റില്ല.
അതുകൊണ്ട് പി ജയരാജന് വേറൊരു അഭിപ്രായം, കാരണം അദ്ദേഹം പി ജയരാജൻ്റെ അണികളാണ് ആ പയ്യന്മാരെല്ലാം. അപ്പോൾ അവിടെ ആ പി ജയരാജൻ്റെ അണികളെ അദ്ദേഹം ഇപ്പോഴും സംരക്ഷിച്ചേ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ളൂ, പാർട്ടിപരമായിട്ട് അങ്ങനെ പറ്റുള്ളൂ. അതേസമയത്ത് ഗവൺമെൻറ്റിനൊപ്പം നിന്നായി പറ്റുള്ളൂ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അപ്പോൾ അദ്ദേഹം അത് വ്യത്യസ്തമായിട്ട് തന്നെ പറഞ്ഞു, അത് നല്ല കാര്യങ്ങൾ തന്നെ. അതുകൊണ്ട് ആ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, വെടിവെക്കേണ്ട സന്ദർഭത്തിൽ വെച്ചല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണെങ്കിലും ശരി, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്തായാലും ശരി, ചില സന്ദർഭത്തിൽ അങ്ങനെയാണ്, അത് വെടിവെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് രവിദാ ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്താനൊക്കെ അദ്ദേഹം ഒരു ബിഗിനറായിരുന്നു അന്നേരം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വെടിവെച്ചു. അതേസമയത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിലും രവിതയെക്കാട്ടിലും വളരെ എക്സ്പീരിയൻസ് അദ്ദേഹം നോ പറഞ്ഞില്ല. അന്ന് പത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന K. പത്മകുമാർ, അദ്ദേഹം DGP ആയിട്ട് 2-3 മാസം മുമ്പാണ് അദ്ദേഹം വിരമിച്ചത്. പത്മകുമാർ അന്ന് സ്ഥലത്തോട്ട് പോയില്ല എന്നുള്ളത് അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന രീതിയിൽ അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. K. പത്മകുമാർ സ്ഥലത്തോട്ടേക്ക് പോവാതെ ജൂനിയറായിട്ടുള്ള റവാഡ ചന്ദ്രശേഖറിനെ ആ സ്ഥലത്തേക്ക് അയച്ചു. വെടിവെപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക്, സംഘർഷം ഭരിതമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് അയച്ചു. അത് വലിയൊരു വീഴ്ചയായി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതും ഒരു ശരിയായ നടപടിയായിരുന്നില്ലല്ലോ അല്ലേ? കാരണം ഒരു ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് അറിയില്ല, ആ സ്ഥലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ആ ഒരു പ്രദേശത്തേക്കാണ് വളരെ ജൂനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അയച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അല്ല, 2 ദിവസം അത് CPM തന്നെ ഇപ്പം പറയുന്നുണ്ട്. 2 ദിവസം ആയാലും അതവിടെ വന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് അത് സഹകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ പത്മകുമാർ അന്ന് അവിടെ SP ആയിട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആണ് ആദ്യമായിട്ട് ഇൻ്റലിജൻസിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടുന്നത്. അദ്ദേഹത്തിന് അറിയാം അത് പ്രശ്നം ഗുരുതരമാകുമെന്ന്. അതുകൊണ്ട് അവിടെ അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാണും. അത് ASP കണ്ടിട്ടായിരിക്കത്തില്ല, അവിടെ അക്കീം ബത്തേരിയെ കണ്ടിട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പ്രതിപട്ടികയിൽ പത്മകുമാറിന്റെ പേരുണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. അല്ല, ചില സ്ഥലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് എത്ര എക്സ്പീരിയൻസ് അനുഭവമായിട്ടുണ്ട്. ചില പ്രത്യേകം ഞാൻ പൂന്തറയിൽ അവിടെ ഒരു വലിയ വെടിവെപ്പ് സംഭവം ഉണ്ടായ സമയത്ത് അന്ന് ഇവിടുത്തെ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ അന്നുണ്ടായിരുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഓരോറ്റ സബ് ഡിവിഷണൽ ഓഫീസർ വന്നില്ല. പാവം പിടിച്ച SI ആയ ഞാനും ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ അനുഭവിച്ചതാണ്. അവിടെ ഒരാളെ കൊന്നിട്ടിട്ട് ആ ഡെഡ് ബോഡി എടുക്കാനായിട്ട് ഏകദേശം 10-24 മണിക്കൂർ എടുത്തു അതൊന്ന് തപ്പിക്കൊണ്ട് വരാനായിട്ട്. കാരണം അങ്ങോട്ട് പോകാൻ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഞാനത് ആലോചിക്കുന്നുണ്ട്. അന്ന് അവിടെ പോയി നമ്മൾ ചാകുന്ന തത്തോട്ടെ ഇവിടുത്തെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറും വന്നില്ല, ഒരു IG വന്നില്ല, ഒരു കമ്മീഷണറും വന്നില്ല, അവിടുത്തെ സബ് ഡിവിഷണൽ ഓഫീസർ പോലും വന്നില്ല എന്നുള്ളതാണ്. നമ്മളവിടെ നിന്ന് വെന്തുരി. പിന്നെ ഒരു SHO ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരമുണ്ട്, വെടിവെക്കാൻ അതുകൊണ്ട് എല്ലാത്തിനും അധികാരമുണ്ട്, അതനുസരിച്ച് അങ്ങ് കാര്യങ്ങൾ നടത്തി എന്ന് അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ പമ്മി മാറുന്നവർ ഇപ്പോഴും സർവീസിലുണ്ട്, ഒത്തിരി പേരുണ്ട്. കാരണം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുകൊണ്ടായിരിക്കാം ചിലപ്പം പത്മകുമാറിന് ചിലപ്പോൾ അറിയായിരിക്കാം കൃത്യമായിട്ട് അവിടെ വെടിവെപ്പ് ഉണ്ടാകും, കൊലപാതകം ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിരിക്കാം. അതിന് അദ്ദേഹം വെട്ടറിന് ഒരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മാറി നിന്നായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം പ്രതിയായില്ല. അപ്പോൾ അതേസമയത്ത് അവിടെ ASP ആയി 2 ദിവസം വന്ന ആൾ പ്രതിയാവുകയും ചെയ്തു. എന്തായാലും അത് രവിദാ ചന്ദ്രശേഖരൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്ര നാളും അദ്ദേഹം ആ കേസിനകത്തൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്ന നല്ലൊരു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം തീർച്ചയായിട്ടും നല്ല വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ഓഫീസറാണെന്ന് ഞാൻ കരുതുന്നത്. ഓക്കെ ജോർജ് ജോസഫ്. ശ്രീജിത്ത് പണിക്ക നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, അതായത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ളത് സ്വാശ്രയ സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾക്കെതിരെയുള്ള DYFIയുടെ SFIയുടെ സമരം ആയിരുന്നു. അതാണ് 5 പേരുടെ കൊലപാതകത്തിൽ അത് കലാശിച്ചത്. അന്ന് ആർക്കെതിരെയാണോ CPM രോഷം കാണിച്ചത്, അരിശം തീർത്തത്, അയാളെ MV രാഘവനെ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് ചേർത്ത് നിർത്തി. അദ്ദേഹത്തിൻ്റെ മകന് പാർട്ടിയിൽ അംഗത്വം നൽകി. മാത്രമല്ല
ഈ വെടിവെപ്പിന് കാരണമായ സഹകരണ ആശുപത്രിയുടെ ഭരണം പിന്നീട് CPM ഏറ്റെടുത്തു. അപ്പോൾ ഈ വെടിവെപ്പിന് നേതൃത്വം നൽകിയെന്ന് CPM പറയുന്ന റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനകം തന്നെ അവരുടെ നിലപാടുകളിലൊക്കെ വെള്ളം ചേർത്തത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ എങ്കിലും റവാഡ ചന്ദ്രശേഖറിനെ തള്ളാനാവാതിരുന്നത് ഒരുപക്ഷെ ആ UPSC അംഗീകരിച്ച 3 അംഗ പട്ടികയിൽ മറ്റ് 2 പേരും കൂടുതൽ അപ്രിയരായത് കൊണ്ടല്ലേ? അല്ലേ, ഒരാളെ CPMൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരാളെ കിട്ടിയില്ല. ഈ കൂട്ടത്തിൽ കുറച്ചുകൂടി കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് റവാഡ ചന്ദ്രശേഖറിനെ അംഗീകരിച്ചു, പുതിയ പോലീസ് മേധാവിയാക്കി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശ്രീ അനിൽ, നിശ്ചയമായും എൻ്റെ ഓഡിയോ ലൈനിൽ കേൾക്കുന്നതിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണേ. നോക്കൂ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം 1994 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്ന് CPM ആ പ്രദേശത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ ആ ആൾക്കാരെ എല്ലാം ഇതിൽ അവരെല്ലാവരും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് എന്ന അർത്ഥത്തിലാണ് ആ സമയം മുതൽ അവർ പ്രതികരിച്ചു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം അന്നത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു, പോലീസുകാർക്കെതിരെ ഉണ്ടായിരുന്നു. ഇത് ഒരു കോൺസ്പിറസി അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ കാര്യങ്ങളിലും CPM പിന്നീട് വെള്ളം ചേർക്കുന്നതാണ്. അത് ഒരുപക്ഷെ ശ്രീ MV രാഘവനെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ സ്വീകരിക്കുന്ന കാര്യം പോലെയല്ല, അതിനും എത്രയോ മുമ്പ് തന്നെ ഇവരുടെ പല നയങ്ങളിലും നിലപാടുകളിലും എല്ലാം തന്നെ ഇവർ വെള്ളം ചേർത്ത് തുടങ്ങിയിരുന്നു. ഇപ്പോ നമുക്കറിയാം സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് CPMന്റെ നയം ആ ഒരു സമയത്ത് എന്തായിരുന്നു? ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് എന്തായിരുന്നു? ആ ഒരു സമയത്ത് കാര്യമായി ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് CPMന്റെ കൺവെൻഷണൽ നിലപാട് എന്തായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അവർ വെള്ളം ചേർത്ത് അങ്ങേ അറ്റം ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അന്ന് ആ സമരം നയിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ അന്ന് 5 DYFI സഖാക്കളുടെ അവർ രക്തസാക്ഷിയാകേണ്ടി വന്ന സാഹചര്യം, സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ പിന്നീട് ഇതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടുന്ന ഈ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടിന്റെ പേരിലാണോ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്, അതിനെ ഇന്ന് അവർക്ക് സാധൂകരിക്കാനോ അതിനോടൊപ്പം നിൽക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. കാരണം നിലപാട് പിൻവലിച്ചു, പിന്നീട് നിലപാട് മയപ്പെടുത്തി. CPMന്റെ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് അടക്കമുള്ള സഖാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്, സ്വാശ്രയ വിദ്യാഭ്യാസ അതിന്റെ ഗുണഫലമാണോ അവർ നേടിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. അന്ന് ഇവർ എതിർത്തിരുന്ന രാഷ്ട്രീയ നേതാവിനെ പിന്നീട് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകനെ അവരുടെ ഫോൾഡിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടും പദവികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സാധിച്ചു. സ്വാശ്രയ വിദ്യാഭ്യാസം പോയിട്ട് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും കാര്യമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അന്ന് ഭരണപക്ഷത്തിന് വേണ്ടി പണിയെടുത്ത എന്ന അർത്ഥത്തിൽ ഇവർ വിമർശിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇവര് അതിലെ കൊലക്കുറ്റം ആരോപിച്ചു, അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു, അന്വേഷണ കമ്മീഷനെയൊക്കെ നിയമിച്ചു. അവസാനം കോടതിയിലെത്തുന്ന സമയത്ത് സാങ്കേതികമായിട്ടുള്ള ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ 18 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മേലെ ചാർത്തപ്പെട്ടിരുന്ന കുറ്റത്തിൽ നിന്ന് അവരെ വിടുതൽ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 12-13 വർഷം കഴിയുമ്പോഴേക്കും ഇവരെല്ലാം സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് ഇതിന് വെടിവെപ്പ് നയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമതല ഏറ്റെടുത്തിട്ട് 1-2 ദിവസം മാത്രമേ അവിടെ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു ന്യായത്തിന് ആ ഒരു എക്സ്ക്യൂസ് പോലും അവിടെ നൽകാതെ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ മറുപടി പറയേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൊലക്കുറ്റം അവർക്ക് മേൽ ചുമത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്ന് അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മറ്റൊരു പേരുകാരനെ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാമായിരുന്നു. അപ്പൊ അതിനർത്ഥം അന്നത്തെ രാഷ്ട്രീയ നയം, സർക്കാരിന്റെ നയം, കരുണാകരൻ സർക്കാരിന്റെ നയം തെറ്റായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ അന്നത്തെ പോലീസിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി CPM ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും വെള്ളം ചേർത്ത സ്ഥിതിക്ക് ഇനി അവർ ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവരെ നോക്കി അവരോട് പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കണം. ഒപ്പം ഇനി അവർ ചെയ്യേണ്ടത് കൂത്തുപറമ്പിൽ അവരുടെ ഇടപെടൽ ശരിയായോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് ഒരു നിലപാട് പറയണം. കാരണം നിങ്ങൾക്ക് ആശയപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാകാം,
രാഷ്ട്രീയമായിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാം, സമാധാനപരമായിട്ട് ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഭരണം കൈകാളുന്ന ഒരു മന്ത്രി, അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ റോളിൽ തടയും എന്നും അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക പരിപാടികളിലേക്കും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നത് ജനാധിപത്യത്തിന് ചേരുന്നതാണോ അല്ലയോ? അപ്പൊ അന്ന് അങ്ങനെ ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞിരുന്നത് പോലെയുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ടായിരുന്നോ? അങ്ങനെ ആരോടെങ്കിലും ഫേവററ്റിസമോ ഫിയറോ കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമയം റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അന്ന് കിട്ടിയിരുന്നു, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെങ്കിലും കിട്ടിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് CPM സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തണം. അതവർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് കാരണത്താലാണോ ഒരാള് ഇവര് രക്തസാക്ഷി എന്ന രീതിയിലേക്ക് വിളിക്കുന്നത്, ആ കോസിനൊപ്പമേ അവരെന്ന് നിന്നിട്ടുള്ളൂ. ആ കോസിൽ എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ആ ബോംബ് പൊട്ടി അതിന്റെ കാരണത്താൽ മരണപ്പെട്ടു പോയ ആൾക്കാരെ പോലും രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ കോസിനെ നമ്മൾ ഇഴകീറി ചോദിച്ചു കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കുന്നതിനൊപ്പമല്ല CPM. പക്ഷെ അവരുടെ സഖാക്കൾ ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തോ വലിയ ജനാധിപത്യ പോരാട്ടമാണ് എന്ന അർത്ഥത്തിൽ അവരെ കൂടി ചേർത്ത് ഇവരുടെ രക്തസാക്ഷി പട്ടിക വിപുലീകരിക്കുക എന്നുള്ള ഒരു രീതിയിലത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പല വിഷയങ്ങളിൽ നമ്മളിത് കണ്ടതല്ലേ? ഈ കൂത്തുപറമ്പ് വിഷയം എന്ന് പറയുമ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു വിഷയം എന്നത് മാത്രമല്ലേ ഉള്ളൂ. ഇവരുടെ കഴിഞ്ഞ ഒരു 30-40 വർഷത്തെ അവരുടെ സമരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവരെപ്പോഴൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്നു ആ സമയത്ത് അവരുടെ ഇടപെടലുകൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ നിലപാടുകളും നയങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇവരെ തിരുത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ പതിറ്റാണ്ടുകൾ കഴിയുന്ന സമയത്ത് ഇവർ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ നിലപാടിനെ തിരുത്തുന്നതിനും തള്ളിപ്പറയുന്നതിനും വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, CPMന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് അവരുടെ ഒരു DNA പ്രശ്നമാണ്, ഒരു ജനറ്റിക് പ്രശ്നമാണ്. അതല്ലാതെ കേവലം കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമായിരുന്നുവെങ്കിൽ ഇവിടെ മാത്രമേ ഇത് ഉണ്ടാകുമായിരുന്നുള്ളൂ. മറിച്ച് ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും പബ്ലിക് ഓഡിറ്റിനും ഒക്കെ വിധേയമായതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങൾ എന്നൊരു കാലത്ത് പുകൾ പെറ്റിരുന്ന ത്രിപുരയും ബംഗാളും ഉൾപ്പെടെ അവർക്ക് നഷ്ടമായത്. അപ്പൊ ഇപ്പൊ കേരളത്തിലും അവരതിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇനി ഇപ്പോൾ പല രീതിയിലത്തേക്കുള്ള ന്യായീകരണങ്ങളൊക്കെ കണ്ടു. ശ്രീ വി.എൻ. വാസവന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ശ്രീ M.V. ഗോവിന്ദന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ മെറിറ്റ് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നു. രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കേണ്ടത് വിഷയമല്ല എന്ന രീതിയിലത്തേക്ക് പലരുടെയും അഭിപ്രായങ്ങളൊക്കെ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, മോറൽ ഗവേണൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരാളിനെ നമ്മളൊരു പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ മോറൽ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോറൽ കോമ്പസ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോറൽ ഗവേണൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ മെറിറ്റ് ആണോ അതോ നിങ്ങൾ ഇത്രയും കാലം പാടി നടന്നിരിക്കുന്ന നിങ്ങളുടെ തത്വങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമാണോ വലുത് എന്നുള്ള ഒരു മറുചോദ്യമുണ്ട്. അപ്പൊ ഇനി CPMന്റെ നേതാക്കളെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് കൂത്തുപറമ്പിൽ തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയിട്ടില്ല എങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒന്നൊന്നാകെ എന്തിനാണ് പല സമയങ്ങളിലായിട്ട് പിന്നീട് ഫേവർ ചെയ്യുന്നത്? അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഈ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറിന് കാരണക്കാരനായി എന്ന് നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോലീസ് പദവിയിലേക്ക് നിങ്ങൾക്ക് അവരോധിക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് മെറിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും നിങ്ങൾ മെറിറ്റ് കാണണം. അതല്ല എങ്കിൽ അന്ന് കൂത്തുപറമ്പിൽ 94 നവംബർ 25 ഉണ്ടായിരുന്ന പ്രവൃത്തിയിൽ മെറിറ്റ് ഇല്ല എന്ന് കണ്ടുകൊണ്ട്, അത് തെറ്റായിരുന്നു എന്ന് കണ്ടുകൊണ്ട്, ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. നമ്മുടെ നാട്ടിൽ ഗവർണർക്കെതിരെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഭാരതാംബയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നിരന്തരമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്ന എത്രയോ കുട്ടി സഖാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? അവരുടെ ഒരു ആശയത്തിന്റെ പേരിലാണല്ലേ. അവർക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരാശയത്തിന്റെ പേരിലാണ്. നാളെ കുറെ കാലം കഴിയുമ്പോൾ, ഒരു 10-20 കൊല്ലം കഴിയുന്ന സമയത്ത് ഇവർ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കില്ല എന്നാര് കണ്ടു? അതിനു മുന്നിൽ ആരതി ഒഴിയില്ല എന്നാര് കണ്ടു? നമുക്ക് പറയാൻ കഴിയുമോ? ഇവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഇവരത് ചെയ്യില്ല എന്ന് പറയാനായിട്ട് ഈ പാനലിലുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നാളത്തെ ഒരു കാലത്ത് നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിലേക്കാണ് നമ്മൾ ആത്യന്തികമായിട്ട് എത്തേണ്ടത് എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നമ്മൾ ഈ പറയുന്ന മതപുസ്തകങ്ങളും ഇവരുടെ കയ്യിൽ ഈ ഭാരതാംബയുടെ ചിത്രവും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് CPMന്റെ നേതൃത്വത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടായിരിക്കുക. അതല്ലാതെ കേവലം നിങ്ങളുടെ അണികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിലത്തേക്ക് ഉറപ്പില്ലാത്ത ഒരു ആശയത്തിന്റെ പേരിൽ സമരത്തിന് അഴിച്ചുവിടുകയോ അതിന്റെ പേരിൽ ഒരു പോലീസ് നടപടി ഉണ്ടാകുന്ന സമയത്ത് തിരുത്താൻ പറ്റാത്ത രീതിയിലത്തേക്ക് ആൾക്കാരുടെ ജീവൻ പോലും അതിൽ ബലിയർപ്പിക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ, ഇവരൊക്കെ ഞങ്ങളുടെ ധീര രക്തസാക്ഷികളായി എന്ന് പാടി നടക്കുന്നതിനപ്പുറം അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന നഷ്ടത്തിനെ നിങ്ങൾക്കൊരിക്കലും നികത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം. അതിന്റെ പേരിൽ
ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുള്ള ഒരു തീരുമാനം മാത്രം എടുക്കുക. അതല്ല എങ്കിൽ ഈ കൂത്തുപറമ്പിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് പോലെ വർഷം ഒരു 10-30 കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നയവും തിരുത്തി, നിലപാടും തിരുത്തി, ആദർശവും നിങ്ങൾ അടുപ്പത്ത് വെച്ച് പിന്നീട് അവസാനം നിങ്ങൾ ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും അവരെ നിങ്ങൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനും നിങ്ങൾക്ക് കാരണമായേക്കും. ഞാൻ പറയുന്നത് ഇവിടെ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളിനെ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 91 കേഡറിലെ ഉദ്യോഗസ്ഥനാണ്, പുറത്തായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് 2 ദിവസത്തിനകത്ത് ഈ സംഭവം ഉണ്ടാകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജില്ലാ പോലീസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിക്ക് അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടും സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങാനുമായിട്ടുള്ള ഒരു അവകാശം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് കഴിഞ്ഞില്ല എങ്കിൽ പോലീസിന്റെ കഴിവുകേടായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുക. ഇന്നാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എവിടെയെങ്കിലും പോയതിനു ശേഷം അതിന് നടന്നില്ല എങ്കിൽ പോലീസ് എന്തിനു കൊള്ളാം എന്നായിരിക്കും മുഖ്യമന്ത്രിയോടക്കം ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അവരെ പിരിച്ചുവിടുന്നതിന്, സംഘർഷം ഒഴിവാക്കുന്നതിന് സാധ്യമായ എല്ലാ കാര്യവും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓഡിറ്റിന് വിധേയമാക്കേണ്ടത്. പോലീസ് ഫയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ ബ്ലെയിം ചെയ്യാം, അവർക്കെതിരെ സമരം ചെയ്യാം, അവർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്താം. പക്ഷേ ഓർഡർലി ആയിട്ടുള്ള ഈ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരോട് അവരെ പ്രതി ചേർക്കുന്നത് വഴി നിങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ സംവിധാനം ഒന്നാകെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി അവശേഷിക്കുന്ന അണികളിൽ വീര്യമുണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പോലീസും ഭരണ സംവിധാനവും ചേർന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒത്താശ ചെയ്യുകയായിരുന്നു, ഗൂഢാലോചന നടത്തുകയായിരുന്നു, അത് നടപ്പാക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഇന്ന് അതിലുള്ള ആൾക്കാരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുപ്പിലിട്ട് ചുട്ട് അത് നിങ്ങൾ തിന്നു എന്നാണ്. അങ്ങനെ ഇനിയും നിലപാടുകളെ, നയങ്ങളെ ചുട്ടു തിന്നുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ടി ആൾക്കാരെ ബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിൽ അധികം ആൾക്കാരെ ഇനി ഉപയോഗിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് CPM-ന് മുന്നിൽ വെക്കാനുള്ളത്. അതല്ലാതെ റവാഡ ചന്ദ്രശേഖരന്റെ മെറിറ്റ് അല്ല ഇവിടുത്തെ വിഷയം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ശ്രീജിത്ത് അതുകൊണ്ട് എത്തിച്ചു. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ നോക്കൂ, രക്തസാക്ഷികളെ ഫ്രീ ആയിട്ട് കിട്ടി കൂത്തുപറമ്പ് വെടിവെപ്പിൽ. ആശുപത്രി കിട്ടി, പരിയാരം ആശുപത്രി അവർക്ക് കിട്ടി, CPM-ന് പതിച്ച് കിട്ടി. പിന്നെ ആർക്ക് വേണ്ടിയാണോ ആ വെടിവെപ്പ് നടന്നത് അദ്ദേഹത്തെയും MP രാഘവനെയും അവസാനം കിട്ടി, അദ്ദേഹത്തിൻ്റെ മകനെയും പാർട്ടിയിലേക്ക് എടുത്തു. അല്ല, ഇപ്പോൾ നോക്കൂ, ഇവരുടെ ഭാഷയിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെയും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പുനർവിചിന്തനത്തിനൊക്കെ പാർട്ടി നേതാക്കളും അതുപോലെ അണികളൊക്കെ തയ്യാറാവുന്ന തോന്നുന്നുണ്ടോ? അല്ലേ, കാലത്തിനനുസരിച്ച് കോലം മാറുന്നു എന്നൊരൊറ്റ മറുപടിയിൽ ഒതുക്കില്ലേ CPM? എല്ലാ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം CPM പറയുന്ന ഒരു കാര്യമാണ് തിരുത്തും. എവിടെയൊക്കെ തിരുത്തണമോ അവിടെയെല്ലാം ഞങ്ങൾ തിരുത്തുമെന്ന്. അതിപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പറഞ്ഞു. അതുമാതിരി തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു. രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പറഞ്ഞു നമ്മൾ തിരുത്താനുള്ള തിരുത്തും. ഇപ്പൊ നിലമ്പൂര് കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാർട്ടി തിരുത്താനുള്ള തിരുത്തുന്നു. ഞാൻ ഒരു 15 വയസ്സ് മുതൽ ഈ പാർട്ടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ഏകദേശം 35 വയസ്സ് വരെ ആ ചേർന്ന് നിൽപ്പ് അതേപടി മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അന്ന് പറഞ്ഞിട്ടുള്ളതും ഇതുപോലെ തന്നെയാണ്. തിരുത്താനുള്ളതെല്ലാം ഞങ്ങൾ തിരുത്തും, തിരുത്തേണ്ട സ്ഥാനത്ത് തിരുത്തും. പക്ഷെ ഇതുവരെയ്ക്ക് ഒന്നും തിരുത്താതെ അവർക്ക് ഇവിടെ ഇത്തരത്തിലൊരു അടിത്തറ പാകിക്കൊണ്ട് ഇപ്പൊ 10 വർഷം ഭരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള എന്ത് കാഴ്ചപ്പാടാണുള്ളത് ശ്രീ അനിൽ നമ്പ്യാർ? 10 വർഷം ഇവരെ പോലുള്ളൊരു, അതായത് നമ്മൾ പറയില്ലേ, യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത ഒരു ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 10 വർഷം കേരളത്തിന്റെ ഭരണം തീരെഴുതി കൊടുക്കേണ്ട നിലയ്ക്ക്, അതും നിസ്സാര സീറ്റല്ല, 8 സീറ്റ് അധികം കിട്ടിയെന്ന് പറയത്തക്ക തോതിലുള്ള ഒരു ഭരണം ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ പ്രബുദ്ധരായ ജനങ്ങൾക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത്, തിരുത്താത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. അപ്പൊ ഇവര് തിരുത്തിയിട്ട് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് കമ്മ്യൂണിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊണ്ടുള്ള ഒരു ഭരണത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എത്തുമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കൂടുതൽ വോട്ട് നേടി അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് അലവലാതിയായിട്ടും ഏത് പാതിരാത്രിക്കും തലയിൽ മുണ്ടിട്ട് പോയിട്ട് ചർച്ച നടത്താനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഭരണം നിലനിർത്താനും എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഇവർ മുതിരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതിന് റവട ചന്ദ്രശേഖരനെ പോലീസ് DGP ആക്കിയതിന്റെ പേരിലല്ല. ഇവർ അധികാരത്തിൽ കയറിയ കഴിഞ്ഞ 9.5 വർഷത്തെ 9 വർഷവും 2 മാസവുമായിട്ടുള്ള ഈ കാലഘട്ടത്തിനെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികാരമാണ് എല്ലാറ്റിലും ലക്ഷ്യം. അതിന് രക്തസാക്ഷികളെ ഉണ്ടാക്കണമെങ്കിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടും. അല്ല, നമ്മൾ പറയില്ലേ മത തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് വോട്ട് നേടേണ്ടത് വെച്ചാൽ അത് ചെയ്യും. വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിച്ചിട്ടാണ് വോട്ട് ലഭിക്കുന്നത് വെച്ചാൽ അത് ചെയ്യും. അത്തരത്തിലൊന്നും ചെയ്യാൻ ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് അനിൽ നമ്പ്യാരുടെ ചോദ്യത്തിനുള്ള മറുപടി. പിന്നെ ഇവിടെ പോലീസ് ഓഫീസർ ഇപ്പൊ ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. റിട്ടയേർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു, അതായത് റവട ചന്ദ്രശേഖരൻ കയറിക്കൊണ്ട് ഇവിടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ക്രൈംബ്രാഞ്ച് സംവിധാനങ്ങളും ഒക്കെ നന്നാക്കി എടുത്തുകൊണ്ട് ഒരു സൽഭരണം പോലീസിൽ വരുത്താൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒരുവിധ അർത്ഥവുമില്ല എന്നുള്ളത് ഞാൻ ഊന്നി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ഗുണ്ടകളെ ഒതുക്കുകയല്ല പ്രധാനം. ആദ്യമായിട്ട് റവട ചന്ദ്രശേഖർ ഇത്തരം ഒരു ചർച്ചയിൽ ഒരു സാമൂഹ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വോട്ടർ, ഒരു നികുതിദായകൻ പറഞ്ഞതായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം തകർക്കേണ്ടത്. ആ വേറെ അർത്ഥം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുണ്ടകളും വിളയാടില്ല. ഇവിടെ കൃത്യമായിട്ട് റെയ്ഡ് നടക്കാൻ പോകുന്നു എന്ന് ഗുണ്ടകളെ അറിയിച്ചുകൊണ്ട് ഗുണ്ടകളെ അവിടെ നിന്ന് മാറ്റുക, ഗുണ്ടകളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുക, ആ മദ്യപാനത്തെ ചോദ്യം ചെയ്തിട്ടുള്ള മറ്റൊരു പോലീസ് ഓഫീസറെ അപമാനിക്കുക തുടങ്ങിയ പോലീസിന്റെ ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായ നടപടികളെ ഇല്ലായ്മ ചെയ്യാൻ റവട ചന്ദ്രശേഖരനായാൽ നല്ലതാണ്. പക്ഷെ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ സംസാരിച്ച് എഴുന്നേറ്റ് പോയ ആ ഉദ്യോഗസ്ഥനേക്കാൾ 5 ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഇത് CPM ഭരിക്കുന്ന കേരളമാണ് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. ഇനി അടുത്തത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിൽ നമ്പ്യാരെ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഇടുകന്നേ വരൂ എന്നൊരു ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലാണ് MV രാഘവൻ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയണം. മരിച്ചുപോയവരെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ ഭാവി രാഷ്ട്രീയത്തിന്റെ വാഗ്ദാനങ്ങളാക്കി വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരേണ്ട MV രാഘവനെ പോലുള്ള നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ, തീർച്ചയായിട്ടും MV രാഘവൻ തന്നെയാണ് ഈ DYFI-കാരെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ നിങ്ങൾ ഭാവിയിലെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം നിങ്ങളിലേക്ക് ഒരു ഗുണ്ടായിസം ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തേക്കെടുത്ത് അത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ നേരെ പ്രയോഗിക്കണമെന്ന് DYFI-കാരെ പഠിപ്പിച്ചത് ഈ MV രാഘവന്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഞങ്ങളെപ്പോലുള്ളവർ വായനശാലകളിലും മറ്റു സ്ഥലങ്ങളിലും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് ഇതായിരുന്നു. MV രാഘവനാണ് ഈ DYFI-കാരെ ഇത്രയും മോശമായ രീതിയിൽ നിങ്ങൾ ജനങ്ങളോട് പെരുമാറാനും എതിർ രാഷ്ട്രീയക്കാരെ തല്ലി ഒതുക്കാനും വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ജീപ്പിൽ നിന്നും രക്ഷിക്കുന്ന ഒരു നാടാണ് കേരളം. ഇപ്പൊ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ പോലീസ് ജീപ്പിൽ നിന്നും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. ഇവിടെ തെരേസ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ASP തിരുവനന്തപുരത്ത് ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം അവര് 4-5 DYFI-കാരെ എന്തോ തെമ്മാടിത്തരം ചെയ്തതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇവിടുത്തെ DYFI-കാരെ ഇറക്കി കൊണ്ടുപോയി. അവർക്ക് വിവരം കിട്ടി ഇവരെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തെരേസ ജോൺ അവിടെ ചെന്നപ്പോ ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അവരോട് ചോദിച്ചതെന്നാ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനെന്നാണ് ചോദിച്ചത്. ഇവിടെ സാക്കീർ ഹുസൈൻ എന്ന് പറയുന്ന കളമശ്ശേരി ഏരിയ സെക്രട്ടറി ഒരു സബ് ഇൻസ്പെക്ടറോട് ചോദിച്ചെന്താ ഞങ്ങളുടെ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുക എന്ന്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. റവട ചന്ദ്രശേഖരനെ പോലീസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. തൽക്കാലം എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. MK ഹരിദാസ്. ഓക്കെ ശ്രീ ഹരിദാസ്, ഈ ഒടുവിൽ അതായത് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. അതായത് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഈ കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട റോഷൻ്റെ പിതാവ് വാസുവേട്ടൻ ദീർഘകാലം AKG സെൻറ്ററിലുണ്ടായിരുന്നു. അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹവുമായി ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ അവർ വഞ്ചിക്കപ്പെട്ടു, അവരുടെ കുടുംബത്തിന് അക്കാര്യം ഒക്കെ ബോധ്യപ്പെട്ടു, വൈകിയാണെങ്കിലും പൊതുവിൽ
ഇന്നത്തെ ദിവസം ഈ വാർത്താ ചാനലുകൾ കാണുന്ന രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക, അല്ലേ? കാരണം അനിൽജി, ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അതുപോലെ CPM-ന് എല്ലാ കാലവും രക്തസാക്ഷികൾ ആവശ്യമാണ്. അവർക്ക് അവരെ രാഷ്ട്രീയം വളർത്താനാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷികൾ അവർക്കൊരു മുതൽക്കൂട്ടാണ്, അവരൊരു ആഘോഷമാക്കുകയാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി രക്തസാക്ഷികൾ, അവരെ നേരത്തെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, രക്തസാക്ഷി മണ്ഡപത്തിൽ പോയിട്ട് രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ വലിയ ആവേശത്തോടെ അണികളെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും വീണ്ടും രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആവേശത്തോടെ സമരമുഖത്തേക്ക് എടുത്തു ചാടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ബോംബ് നിർമ്മിക്കാൻ അവർക്ക് എല്ലാ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്നു, അവരെ ആയുധം കൊടുത്ത് മറ്റുള്ള എതിരാളികളെ കൊല്ലാൻ അയക്കുന്നു, ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുക്കുന്ന നിലപാടുകൾ എന്താ? ഇപ്പൊ ഞാൻ P. ജയരാജൻ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞു, എനിക്ക് തോന്നും CPM-ന്റെ അടവ് നയമാണ്. P. ജയരാജനിലൂടെയാണ് ഇപ്പൊ അണികളെ പിടിച്ചു കിട്ടുന്നത്. ആകെ ഒരു വിശ്വാസമുള്ള നേതാവ് PJ ആർമിയും അതോടൊപ്പം തന്നെ വ്യക്തിപ്രഭാവം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ വിപ്ലവ ഗാനങ്ങളൊക്കെ സ്വന്തം പേരിൽ ഇങ്ങനെ പുകഴ്ത്തി പാടുന്നതിന് വേണ്ടിയിട്ട് അണികളെ പ്രചോദിപ്പിക്കുന്നത് അണികളുടെ നേതാവായിട്ട് ഇപ്പൊ P. ജയരാജനെ കണ്ണൂരിലുള്ളത്. ബാക്കി നേതാക്കന്മാരെയൊന്നും ഇപ്പൊ CPM-ലെ അണികൾക്ക് വിശ്വാസമില്ല. കാരണം എന്താ? അവരൊന്നും പ്രൊട്ടക്ട് ചെയ്യില്ല. ഞങ്ങളെ കൂടെ നിൽക്കാൻ P. ജയരാജൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ എല്ലാത്തിനും നയിക്കുന്നത്, ഞങ്ങളെ ഏത് കാര്യത്തിലേക്കും തള്ളിവിടുന്നതും നയിക്കുന്നതും സംരക്ഷിക്കുന്നതും നേതാവ് P. ജയരാജൻ എന്നത് കൊണ്ട് തന്നെയാണ് P. ജയരാജന്റെ പേരിൽ വ്യക്തിപ്രഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിപ്ലവ ഗാനമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കി പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ രോഷന്റെ അച്ഛനെ പോലെയുള്ള ആളുകൾ, വാസുവേട്ടനെ പോലെയുള്ള ആളുകൾക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഇപ്പോ. കാരണം തിരിച്ചറിവ് വന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ശബ്ദിക്കാൻ കഴിയില്ല. കാരണം കണ്ണൂരാണ് ജീവിക്കേണ്ടത്. അവരുടെ രക്തസാക്ഷി കുടുംബത്തിന് കിട്ടുന്ന ആനുകൂല്യം നിന്നു പോകും, അവര് സംരക്ഷണം നിന്നു പോകും, അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ, അതൊക്കെ പിരിച്ചുവിടപ്പെടും, അവരെയൊക്കെ പിരിച്ചുവിടും എന്നൊക്കെ ഭയം കൊണ്ട് മാത്രമാണ് പലരും ഇപ്പോൾ വായ തുറക്കാത്തത്. നേരത്തെ ഇവിടെ പണിക്കർ പറഞ്ഞ പുഷ്പനെ അറിയാമോ എന്ന് പാട്ടുപാടിയ ആളുകൾ 30 വർഷം പുഷ്പൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശരശയ്യെ കടന്നത്? അവന്റെ മലവും മൂത്രവും ഒക്കെ ആ കടക്കയിലായിരുന്നു. പുഷ്പന്റെ അടുക്ക നിരവധി പത്രപ്രവർത്തകന്മാർ പോയിരുന്നു ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ആരാണ്? പാർട്ടി നേതാക്കന്മാർ ഓടിയെത്തിയിട്ട് വിലക്ക് ഏൽപ്പിക്കുകയാണ്. അവിടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പുഷ്പന്റെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്താൻ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോലും സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ണൂരുണ്ട്. ആ കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നേരത്തെ ഇവിടെ സ്വാശ്രയ കോളേജുകൾക്ക് എതിരെ സമരം നടത്തി, അവരെ വീറോട് വാശിയോട് സ്വാശ്രയ കോളേജുകൾ തിരിച്ചു കൊണ്ടുവരുന്നു, വിദേശ സർവകലാശാല കൊണ്ടുവരുന്നു, സർവകലാശാലകളിൽ ഇടിമുറികൾ സൃഷ്ടിക്കപ്പെടുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഒരു നിലപാടും മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. എല്ലാം വിഴുങ്ങുന്ന ഒരു പാർട്ടിയായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ രക്തസാക്ഷികളെ മറന്നുപോയ പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി രക്തസാക്ഷികൾ ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരു പാർട്ടിക്കാരനും മുന്നോട്ട് വരില്ല. ഒരു രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ച നടത്താൻ ഒരു സാധാരണ പ്രവർത്തകനും മുന്നോട്ട് വരില്ല. കാരണം ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇവരുടെ പ്രവർത്തകന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇവരിപ്പോൾ അടിയൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുക. CPM-ന്റെ പൊയ്മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ രക്തസാക്ഷി കുടുംബത്തെ ഏത് രീതിയിലാണ് കാണുന്നത് പോലും ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് തുടക്കത്തിൽ തന്നെ ഇതിനെ അട്ടിമറിക്കുന്നത് 2 നമുക്കറിയാം. പത്മനാഭ നായർ കമ്മീഷനൊക്കെ വന്നപ്പോ പുതിയൊരു FIR വന്നു. ഏതെങ്കിലും ഒരു കേസിൽ 2 FIR നിലനിൽക്കുമോ? സുപ്രീം കോടതി അതാ ചോദിച്ചത്. 2 FIR എവിടെയാണ് നിലനിൽക്കുക? അപ്പൊ ആ 2 FIR തുടക്കത്തിൽ തന്നെ 2 FIR ഇട്ടാലുള്ള എല്ലാ ഇതിന്റെ നിയമപരമായ വശങ്ങളെയും അറിയാത്തവരല്ല അന്നത്തെ ഭരണകർത്താക്കൾ, CPM നേതാക്കന്മാർ. പക്ഷെ അവർ ബോധപൂർവം ഈ രക്തസാക്ഷികളെ വിസ്മരിച്ചുകൊണ്ട് ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പഴുതുകളും അവർക്ക് തുറന്നു കൊടുത്തവരാണ് CPM നേതാക്കന്മാരും ഭരണകർത്താക്കളും. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് നിലനിൽക്കാതെ പോയത്. എനിക്ക് തോന്നുന്നത് ക്രൈം നമ്പർ 353, 354 ഇത് പറഞ്ഞ 2 കേസുകൾ ഉണ്ടായി. കൂത്തുപറമ്പ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോയ 1000 ആളുകളുടെ പേരിൽ കേസെടുത്തിരുന്നു. അത് നായനാർ സർക്കാർ വന്നപ്പോൾ ആ കേസ് റദ്ദ് ചെയ്തു. ഉടനടി പത്മനാഭ കമ്മീഷൻ ഇട്ടു. ആ കമ്മീഷന്റെ നിലപാട് പ്രകാരം പുതിയൊരു FIR ഇട്ടു. ആ പുതിയ FIR ഇടുമ്പോൾ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർക്ക് അറിയാം ഈ കേസ് സുപ്രീം കോടതി നിലനിൽക്കില്ല, ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകും, MB രാഘവൻ രക്ഷപ്പെടും എന്നൊക്കെ അറിയാം. നേരത്തെ സൂചിപ്പിച്ച MB രാഘവന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. MB രാഘവനോട് ഇപ്പം ഏത് രീതിയിലുള്ള വീരപരിവേഷമാണ് എന്നുള്ളത് 1986 ബദൽ രേഖ കൊണ്ടുവന്നപ്പോ പുറത്താക്കിയ രാഘവൻ അല്ല മരിക്കുമ്പോൾ രാഘവൻ. ആ രാഘവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശവശരീരത്തിന് വേണ്ടി മത്സരം നടത്തിയ ആളുകളാണ് CPM നേതാക്കന്മാർ. പാർട്ടി ഓഫീസുകൾ, CMB-യുടെ ഓഫീസുകൾ ഇന്ന് CPM ഓഫീസുകളാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഒരു നിലപാടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഓക്കെ, ശ്രീജിത്ത് സമയമില്ല. ശ്രീജിത്ത്,
റവാഡ ചന്ദ്രശേഖരൻ്റെ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങളില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അതിനെ എതിർക്കണമായിരുന്നുവെങ്കിൽ അത് നിശ്ചയമായിട്ടും CPM ആണ് എതിർക്കേണ്ടത്. പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്ന് എതിർപ്പില്ല. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സാധാരണ എല്ലാ പാർട്ടികൾക്കും തിരിച്ചാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പിന്നെ CPM-കാരാണെങ്കിലും DYFI-കാരാണെങ്കിലും ഒക്കെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തിരിക്കാൻ തന്നെ സാധ്യതയില്ല. പല ആൾക്കാരും അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ CPM ഓർക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട്. കൂത്തുപറമ്പിലെ നടപടി എന്ന് പറയുന്നത് പോലീസ് അതിക്രമമായിരുന്നുവെന്നും ഭരണകൂട ഭീകരതയായിരുന്നുവെന്നും ഒക്കെ സാധ്യമായ എല്ലാ മാധ്യമങ്ങൾ വഴി ആവർത്തിച്ചു പറയുകയും എഴുതുകയും വാചാലരാകുകയും ഒക്കെ ചെയ്ത ആൾക്കാർ അവരുടെ മുന്നിൽ വരുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആർക്കൊക്കെ എതിരെ ഇതുവരെ അവർ നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം മറുപടി പറയണം. ഇതൊരു പൊളിറ്റിക്കൽ എക്സസീവ് പ്രയോഗമായിരുന്നു. അധികാരത്തിന്റെ ഭരണത്തിന്റെ ഒക്കെ തന്നെ ഒരു എക്സസീവായിട്ടുള്ള ഒരു ഫോഴ്സിന്റെ ഉപയോഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം, പിന്നീട് എത്ര കാലം കേരളം അവർ തന്നെയാണ് ഭരിച്ചത്, ഇപ്പോഴും ഭരിക്കുന്നു. ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തു, ആരെയൊക്കെ ശിക്ഷിച്ചു, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് നടപടി അനാവശ്യവും അന്യായവുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി സാധൂകരിക്കത്തക്ക രീതിയിലത്തേക്ക് ഭരണത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആരാണ് തെറ്റായി ഇവിടെ ഒരു പ്രവണത ഉണ്ടായിരുന്നു, തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് കഴിഞ്ഞത്? അമിതാധികാര പ്രയോഗം മന്ത്രിയെ സുരക്ഷിതരാക്കിയതിനു ശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞിരുന്ന ആരോപണം പിന്നീട് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? ആൾക്കാരെ നിയന്ത്രിക്കാൻ മറ്റെന്തെല്ലാം മാർഗ്ഗങ്ങൾ എന്ന് സ്വീകരിക്കാമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചു. ആ കാര്യം പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞോ? അതില്ല. മതിയായ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഈ പോലീസ് നടപടി ഉണ്ടാകുന്നതിന് മുമ്പ്. അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു തെറ്റോ കുറ്റമോ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെയും ഈ ASP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖരന്റെയും ഉൾപ്പെടെ വ്യക്തിപരമായിട്ടുള്ള കുറ്റവും കൃത്യവിലോപവും ഒക്കെയാണ് എന്നുവരെ വാദിച്ചു. ഇതൊന്നും തന്നെ അവർക്ക് സാധിച്ചില്ല തെളിയിക്കാനായിട്ട് എന്നുള്ളതാണ് വസ്തുത. അവസാനം ഇതിൽപ്പെട്ടിരുന്ന ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാരെയും അതേപോലെ ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള നേതൃത്വത്തിലുള്ള ആൾക്കാരെയും പരമാവധി സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും മാത്രമാണ് അവർക്ക് കഴിഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കൂത്തുപറമ്പിനെ എന്ത് ആശയത്തിന്റെ പേരിലാണോ നിങ്ങൾ അന്ന് ആ സമരത്തിനെ നയിച്ചത്, ആ ആശയത്തിനെയും വിട്ടുതിന്നു. അന്ന് നിങ്ങൾ എതിർപക്ഷത്ത് നിന്നിരുന്ന ആൾക്കാരെ പിന്നെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇനി ഒരു രാഷ്ട്രീയ വേദിയിലും ദയവ് ചെയ്ത് നിങ്ങൾ പുഷ്പനെ അറിയാമോ എന്ന പാട്ടും പാടരുത്. നിങ്ങൾ ഒരിടത്തും ചെന്നിട്ട് ഇനി ആൾക്കാരുടെ അടുത്ത് കൂത്തുപറമ്പിലെ ധീര രക്തസാക്ഷികളെ കുറിച്ച് പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള ഏറ്റവും വലിയ അവഹേളനമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും രക്തസാക്ഷികളെ പോലും മറന്ന CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ ശ്രദ്ധിക്കുക. പാർട്ടി ഇന്നെന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് നാളെ അവർ തിരുത്തും. അതാണ് CPM-ന്റെ വഴി. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.